യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും ആദ്യം തന്നെ അഡ്ഹോക് ലേണിംഗിന്റെ ലോ ക്ലാസ്സസിലേക്ക് സ്വാഗതം. നമ്മള് അടുത്ത വർഷത്തെ LLBയുടെ എൻട്രൻസിന് എല്ലാവരും പ്രിപ്പയർ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചിട്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു ഓറിയന്റേഷൻ സെഷൻ വെക്കാം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ വളരെ പതുക്കെ മാത്രം നടന്നിരുന്ന ഒരു എക്സാം ആയിരുന്നു കേരള ലോ എൻട്രൻസ് എക്സാം എങ്കില് ഇപ്പോ നമുക്ക് വളരെ നേരത്തെ പരീക്ഷകൾ നടക്കുന്നു. ഒരു മെയ് മാസത്തോടു കൂടി തന്നെ പരീക്ഷ നടക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം നമുക്കറിയാം മെയ് ലാസ്റ്റ് വീക്കിലേക്ക് എക്സാം ഷെഡ്യൂൾ ചെയ്യുകയും ആഫ്റ്റർ ദാറ്റ് ചെറിയൊരു 1 വീക്ക് നീട്ടി വെച്ച് ജൂൺ 1 എക്സാം നടത്തുകയും എൻട്രൻസ് നടത്തുകയും ചെയ്തിരുന്നു. അപ്പം ഇത്രയും നേരത്തെ തന്നെ എക്സാം നടക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ക്വാളിഫയിങ് എക്സാം ആയിട്ടുള്ള +2 ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിഗ്രി ആയിക്കോട്ടെ, നമുക്ക് ഫൈനൽ ഇയർ ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും അത് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സാം കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സമയം കിട്ടില്ല. കാരണം കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ പഠിക്കണം, എന്തു പഠിക്കണം, എന്നാണ് പരീക്ഷ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ ഇതിൽ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്താണ് സിലബസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. സോ അഡ്ഹോക് ലേണിംഗിനകത്ത് ഞങ്ങൾ അധ്യാപകരായിട്ട് കുറച്ച് പേരുണ്ട്. ഞങ്ങളെല്ലാമാണ് ഇതിനകത്ത് നിൽക്കുന്നത്. എന്റെ പേര് മൈസെൽഫ് അശ്വിൻ എ. ഞാൻ തൃശൂർ ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു പറ്റം അഡ്വക്കേറ്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അതിനകത്ത് അഡ്വക്കേറ്റ് FB ജോബി, അഡ്വക്കേറ്റ് ഹരേകൃഷ്ണ, അഡ്വക്കേറ്റ് ഗിവിരാജ്, അഡ്വക്കേറ്റ് ഐശ്വര്യ, അഡ്വക്കേറ്റ് ലോയന KV, അഡ്വക്കേറ്റ് മീര കൃഷ്ണൻ, അങ്ങനെ തുടങ്ങി ഇത്രയും ആൾക്കാര്, ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. വളരെ പ്രധാനപ്പെട്ട അധ്യാപകരുടെ കാര്യങ്ങളാണ് നമുക്ക് നോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയും പേര് നിങ്ങൾക്കുണ്ട്. ഇന്നത്തെ സെഷനകത്ത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് വരുന്നത് അഡ്വക്കേറ്റ് ഹരേകൃഷ്ണയും അഡ്വക്കേറ്റ് FB ജോബിയും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സോ അതിലേക്ക് നമുക്ക് കടക്കാം. ഓരോരുത്തരും ഓരോ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തരാം. നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ അവസാനമായിരിക്കും ആ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും അവസാനം, സെഷന്റെ അവസാനം നിങ്ങൾക്ക് എന്തെല്ലാം ഡൗട്ട് ഉണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്യുന്ന തരത്തിലുള്ളൊരു ഭാഗം കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും കേട്ടോ. സോ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയിൽ ഒന്ന് കമന്റ് ആയിട്ട്, കമന്റ് ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ. സോ നമുക്ക് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. സോ മൈസെൽഫ് അശ്വിൻ എ. പിന്നെ ഞാൻ അഡ്ഹോക് ലേണിംഗിന്റെ മെന്ററാണ്. ഇതിനകത്ത് ക്ലാസ് സെഷൻസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ലോ ക്ലാസ്സസ് എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എൻട്രൻസ് ഫീൽഡിലുണ്ട്. ഞാൻ 2017 എൻട്രൻസ് എഴുതുന്നത്. കേരള ലോ എൻട്രൻസ് എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് അന്ന് സ്റ്റേറ്റ് ലെവലിൽ 11th റാങ്ക് ആയിരുന്നു. അതിനുശേഷം 3 ഇയർ LLB ആയിരുന്നു. 3 ഇയർ LLBക്ക് ശേഷം കഴിഞ്ഞ 5 വർഷക്കാലോളമായി, അതിനിടയിൽ 2 വർഷത്തോളം ഞാൻ പ്രിസൺ ഓഫീസറായിട്ട്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായിട്ട് ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അതിനുശേഷം ഞാനത് ജോലി റിസൈൻ ചെയ്തതിനു ശേഷമാണ് എൻറോൾ ചെയ്ത് അഡ്വക്കേസി എന്നുള്ള കംപ്ലീറ്റ് പ്രൊഫഷനിലേക്ക് നമ്മൾ കടക്കുന്നത്. ഓക്കെ, സോ ഇതാണ് സിംപ്ലി എന്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ കിടക്കാം. ഇതിലുള്ള മറ്റധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു ലോ ഫീൽഡിലുള്ളവരും അവരെല്ലാം ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നവരും ആണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്ത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളോടൊപ്പം ചേരുന്നവരെല്ലാം. അവർ പഠിക്കുന്ന കാലഘട്ടത്താണെങ്കിലും റാങ്ക് നേടിയവരും മറ്റുമാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാവുന്ന തരത്തിലുള്ള വക്കീലന്മാരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. ഓക്കെ, ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ആണ്. വളരെ കുറച്ചു പേര് മാത്രം ഉണ്ടായിരുന്ന ഒരു ബാച്ച് ആയിരുന്നു കഴിഞ്ഞ വർഷം. വളരെ ചുരുങ്ങിയ ചെറിയൊരു ബാച്ച്. ആ ബാച്ചിൽ നിന്നും ഉണ്ടായിട്ടുള്ള റിസൾട്ട് ആണിത്. നമുക്ക് ഗവൺമെന്റ് ലോ കോളേജസിനകത്ത് 4ഓളം പേര്, ഏകദേശം എനിക്ക് തോന്നുന്നു 20ഓളം പേരാണ് നമുക്ക് റെഗുലർലി ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഏകദേശം 20ഓളം പേരാണ്. അതിനകത്ത് നിന്നും നമുക്ക് ഇത്രയധികം പേരെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചധികം ടഫായിട്ടുള്ള എക്സാം ആയിരുന്നിട്ട് പോലും നമുക്ക് ഇത്രയും ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവരെ പല ഗവൺമെന്റ് ലോ കോളേജുകളിലായിട്ടും മറ്റ് ലോ കോളേജുകളിലായിട്ടും പഠിക്കുന്നുണ്ട്. ഇത് കൂടാതെ വേറെയും കുട്ടികളുണ്ട്. അവരെ മറ്റു പല പ്രൈവറ്റ് ലോ കോളേജുകളിൽ കയറിയിട്ടുള്ളവരുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ്, ഡാറ്റ തന്നിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ദെൻ എൻട്രൻസ് എക്സാമിനെ കുറിച്ചാണ്. നമുക്കറിയാം 3 ഇയർ LLB ഉണ്ട്, 5 ഇയർ LLB ഉണ്ട്. അപ്പം ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതല്ല, CBT എന്നുള്ള രീതിയിൽ തന്നെയാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. സിംപ്ലി നമുക്കറിയാം 3 ഇയർ LLB ആണെങ്കിലും 5 ഇയർ LLB ആണെങ്കിലും ഒരു ഏജ് ലിമിറ്റ് ഇതുവരെയും വന്നിട്ടില്ല. ഏത് ഏജിലുള്ളവർക്ക് വേണമെങ്കിലും എക്സാം എഴുതാം. 5 ഇയർ LLB ആണ് എങ്കിൽ
നമുക്ക് 12th ആണ് പാസ്സാവേണ്ടത്. 3 year LLB ആണ് എങ്കിൽ നമുക്ക് ഡിഗ്രി ഗ്രാജുവേഷൻ ഏതെങ്കിലും സബ്ജക്റ്റിലെ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. എൻട്രൻസിനകത്ത് കഴിഞ്ഞ പ്രാവശ്യമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനകത്ത് വലിയൊരു മാറ്റം കൊണ്ടുവന്നു. 120 മാർക്ക് 120 ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റി. മുമ്പ് 200 ക്വസ്റ്റ്യൻസ് ആയിരുന്നു എൻട്രൻസിന് ഉണ്ടായിരുന്നത്. അങ്ങനെ 200 ക്വസ്റ്റ്യൻസിന് 600 മാർക്ക്, ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വീതം. ഒരു ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞാൽ 1 മാർക്ക് കുറയും. അങ്ങനെ 200 ക്വസ്റ്റ്യൻ ഇൻറ്റു 3 എത്രയാണ്? 600 ആണ് അല്ലെ. ആ 600 മാർക്കിനുള്ള എക്സാം എന്നുള്ളതിന് പകരം കഴിഞ്ഞ പ്രാവശ്യം അത് 120 ക്വസ്റ്റ്യൻസ് ആയിട്ട് കുറയ്ക്കുകയും ആ 120 ഇൻറ്റു 3 = 360 മാർക്കിലേക്ക് എൻട്രൻസ് പരീക്ഷ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ജനറൽ ഇംഗ്ലീഷ് അതിനകത്ത് 36 ക്വസ്റ്റ്യൻസ് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. GK ഭാഗത്തു നിന്നും 27 ക്വസ്റ്റ്യൻസും അരിത്മെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ നിന്നും 15 ക്വസ്റ്റ്യൻസും ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ മർമ്മപ്രധാനമായിട്ടുള്ള ടോപ്പിക്കിൽ നിന്നും 42 ക്വസ്റ്റ്യൻസും ആണ് വരുന്നത്. ഓക്കെ, സോ ഇതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, നമുക്ക് ഈ ഒരു പരീക്ഷയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഇതൊരു റേസ് ആണ്. ഈ ഒരു മത്സര പരീക്ഷ എന്ന് പറയുന്നത് നമ്മളൊരു കോമ്പറ്റേറ്റീവ് ലെവലിൽ തന്നെ കാണേണ്ടതാണ്. എങ്ങനെയാണോ ഒരു ഓട്ട മത്സരം നടത്തുന്നത് അതേ സ്പിരിറ്റോട് കൂടി നമുക്ക് കാണാൻ സാധിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഡിസംബർ മാസമുണ്ട്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസം നമുക്ക് മുഴുവനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ചിലപ്പോൾ മെയ് പകുതിയോടുകൂടി പരീക്ഷ നടന്നേക്കാം. എങ്കിലും അടുത്തൊരു 4-5 മാസങ്ങൾ, 5 മാസത്തോളം കൃത്യമായിട്ട് കിട്ടും. ഈ 5 മാസത്തോളം നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമോ, എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമോ, എത്രത്തോളം റിവൈസ് ചെയ്യാൻ പറ്റുമോ, അത്രത്തോളം നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. യാതൊരു സംശയവും വേണ്ട. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ വിജയമന്ത്രം എന്ന് പറയുന്നത് റിവിഷൻ ആണ്. റിവിഷൻ ഇല്ലാതെ നമ്മൾ എത്രയെല്ലാം പഠിച്ചിട്ടും യാതൊരു കാര്യമില്ല. നമ്മൾ പലപ്പോഴും ലാക്ക് ചെയ്യുന്നത്, പലരും ഈ എൻട്രൻസ് പരീക്ഷ ആയിക്കോട്ടെ, മറ്റേത് കോമ്പറ്റേറ്റീവ് പരീക്ഷകളായിക്കോട്ടെ, പലരും അവസാന ലാപ്പിൽ വീണു പോകുന്നതിന്റെ പ്രധാന കാരണം റിവിഷൻ ഇല്ലായ്മയാണ്. പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക, പക്ഷെ അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. 2 ഓപ്ഷൻസ് തമ്മിൽ ഡൗട്ട് അടിച്ചിങ്ങനെ നിൽക്കേണ്ട അവസ്ഥ. ഇതിനെല്ലാം കാരണം എന്താ? റിവിഷൻ ഇല്ലായ്മയാണ്. റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഞാൻ എപ്പോഴും നമ്മുടെ കുട്ടികളോട് പറയാറുണ്ട്, നമ്മൾ 100ഓളം ക്ലാസ്സുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. 100 ക്ലാസ്സുകൾ നമ്മൾ എടുത്തു തന്നിട്ടുണ്ട്. 100 ക്ലാസ്സുകളല്ല, അതിൽ കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടാവും. സോ 100 ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തു തന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്? പഠിച്ചു തുടങ്ങുന്നത് 100 ക്ലാസ്സുകളിലെ ആദ്യ ക്ലാസ് കണ്ടു തുടങ്ങുമ്പോഴല്ല. ഈ 100 ക്ലാസ്സുകളും കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് റിവൈസ് ചെയ്യുമ്പോഴാണ് പഠിച്ചു തുടങ്ങുന്നത്. നമ്മൾ എപ്പോഴാണ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പോഴാണ് നമ്മുടെ പഠനം ആരംഭിക്കുന്നത്. ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം ആ ക്ലാസ് പഠിച്ചു എന്നുള്ളതല്ല. അത് പഠിച്ചു തുടങ്ങിയിട്ടേ ഇല്ല. ക്ലാസ് ഒരു തവണ കണ്ടു കഴിയുമ്പോൾ, ലൈവ് സെഷൻ ആയിക്കോട്ടെ, റെക്കോർഡ് സെഷൻസ് ആയിക്കോട്ടെ, എനി കൈൻഡ് ഓഫ് ക്ലാസ്സസ് ആയിക്കോട്ടെ, ആ ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. 0% എത്തിയിട്ടുള്ളൂ. നിങ്ങൾ നെഗറ്റീവ് നിന്നും 0% എത്തിയെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് കാണുന്ന ഓരോ റിവിഷൻസ് ആണ് നമ്മുടെ പഠനത്തിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ത് ടൈപ്പ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, ഇൻക്ലൂഡിങ് കേരള ലോ എൻട്രൻസ് എക്സാം, നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? റിവിഷനോട് കൂടിയിട്ടാണ്. സോ എപ്പോഴും എങ്ങനെയാ പഠിക്കേണ്ടത്? അത് നമ്മുടെ അഡ്ഹോക്ക് ലേണിംഗ് ആപ്പിനകത്തുള്ള മെത്തേഡ് തന്നെയാണ്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണെങ്കിലും എന്ത് പഠിക്കുമ്പോഴും അത് റിവൈസ് ചെയ്യണം. ഡെയിലി റിവിഷൻ ചെയ്യണം, വീക്ക്ലി റിവിഷൻ ചെയ്യണം, മന്ത്ലി റിവിഷൻ ചെയ്യണം. 3 സ്റ്റേജസ് ആയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റണം. ഡെയിലി റിവിഷൻ, എന്താണോ പഠിച്ചത് അത് നെക്സ്റ്റ് ഡേ തന്നെ പഠിക്കുന്നു. നെക്സ്റ്റ് ഡേ പഠിപ്പിക്കുന്ന എന്താണോ അത് അതിന്റെ അപ്പുറത്തെ ദിവസം വീണ്ടും റിവൈസ് ചെയ്യുന്നു. അങ്ങനെ ഡെയിലി റിവൈസ് ചെയ്ത് പോകുന്നു. അതോടൊപ്പം ഒരാഴ്ച എന്താണോ പഠിച്ചത്, കഴിഞ്ഞൊരു വീക്കിൽ എന്താണോ പഠിച്ചത്, അത് സാറ്റർഡേ സൺഡേ ടൈമിൽ വീക്കെൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം? വീക്ക്ലി റിവിഷൻ നടത്തണം. ദെൻ മന്ത്ലി റിവിഷൻ നടത്തണം. റെഗുലർ ആയിട്ട് റിവിഷൻ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. അത് CBT തന്നെ അറ്റൻഡ് ചെയ്യണം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. സോ അതൊക്കെയാണ് പലർക്കും ലാക്ക് ചെയ്തത്. CBT എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും CBT അറ്റൻഡ് ചെയ്യാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ പലപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. മൊബൈൽ ഫോണിൽ അറ്റൻഡ് ചെയ്താലും മതി. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ അങ്ങനെ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ്ഡ് ആവണം. മനസ്സിലാവുന്നുണ്ടോ? സോ അതിനുവേണ്ടി നമ്മുടെ കോഴ്സസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഡയറക്റ്റ്ലി നമ്മുടെ ബാക്കി നമ്മുടെ സിലബസിനെ കുറിച്ചും അതിന്റെ ഉള്ളിലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും അതിനകത്തുള്ള ഓരോ കൈൻഡ് ഓഫ് കാര്യങ്ങൾ, കഴിഞ്ഞ വർഷം ഏത് റാങ്ക് വരെ, ലാസ്റ്റ് റാങ്ക് എത്രയായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഹരേ സാറും അതുപോലെ തന്നെ എബി സാറും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കോഴ്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാണ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ് കേട്ടോ. നമ്മുടെ കോഴ്സിനകത്ത് ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും.
ഡെയിലി ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കില്ല. കാരണം നമുക്കറിയാം ഇപ്പൊ +2 പഠിക്കുന്നവരും അതുപോലെ ഡിഗ്രി ലെവൽ കോളേജസിൽ പഠിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരെല്ലാം ഇതിനകത്ത് ഇപ്പൊ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും. സോ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവില്ല, വീക്കെൻഡ് ലൈവ് സെഷൻസും. എന്നാൽ റെഗുലർ ആയിട്ട് റെക്കോർഡഡ് ക്ലാസ്സസ്, നമ്മുടെ സ്റ്റുഡിയോ റെക്കോർഡഡ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ട്. ആ ക്ലാസ്സസ്, അതിന്റെ നോട്ടുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റെഗുലർ ആയിട്ട് തരും. അതോടൊപ്പം തന്നെ നമുക്ക് റിവിഷൻ എന്ന് പറയുന്നത് എന്തുണ്ടാവും, ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിസിൽ നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഡെയിലി ഇംഗ്ലീഷ് വൊക്കാബുലറി സ്റ്റഡി ഉണ്ടായിരിക്കും. ഡെയിലി ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി, നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഏകദേശം എത്ര മാർക്കിനുണ്ട് നോക്കൂ, 36 ക്വസ്റ്റ്യൻസ്, 36 ക്വസ്റ്റ്യൻസ്. 36 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമുക്കത് മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്തേ പറ്റൂ, അല്ലെ? 108 മാർക്കോളം അവിടെ നിന്ന് തന്നെ വരുന്നുണ്ട്. സോ അതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് വൊക്കാബുലറി ബേസിസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സോ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, വൊക്കാബുലറി പഠിക്കണം. അപ്പോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സിനോണിംസ് ആയിക്കോട്ടെ, ആന്റോണിംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇഡിയംസ് ആയിക്കോട്ടെ, ഫ്രേസസ് ആയിക്കോട്ടെ, ഇതിനെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി പഠിക്കാൻ ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന് പറയുന്ന സ്ലൈഡുകൾ നമ്മൾ ഇട്ടിരിക്കും, അത് പഠിക്കാൻ പറയുകയും ചെയ്യും. അതുപോലെ മിക്കവാറും വീക്കെൻഡുകൾ ഇന്ററാക്റ്റീവ് മോട്ടിവേഷൻ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുക. മന്തെൻഡിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരെയും വിളിച്ച്, ലൈവിലുള്ള ഓരോ കുട്ടികളെയും വിളിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്, എവിടം വരെ എത്തി, ഇനി എന്താണ് നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതെല്ലാം നിങ്ങളെ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ പാത്ത് കറക്റ്റ് ആണോ നിങ്ങൾക്ക് സ്വയം റിവ്യൂ ചെയ്യാനോ, അല്ല മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, മറ്റുള്ളവർ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് കാണുമ്പോൾ നമുക്കിനി മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടെങ്കിൽ അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഇന്ററാക്റ്റീവ് മോട്ടിവേഷണൽ സെഷൻസ് നമ്മൾ നടത്തുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം. ഇവിടെ GK എന്ന് പറയുന്ന ഭാഗം കണ്ടോ, ജനറൽ നോളജ് എന്ന് പറയുന്ന ഭാഗത്ത് 27 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 27 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ കുറെ ക്വസ്റ്റ്യൻസ് GK ടൈപ്പ് ആയിരിക്കും. നമുക്കറിയാം, എത്ര പേർക്ക് അറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ അറിവ് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ലാണ്ടോ, ജസ്റ്റ് ചോദിച്ചോട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നൊന്ന് പറയാവോ? ആരാണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? ഒന്ന് കമന്റ് ചെയ്യാവോ? ഒന്ന് കമന്റ് ചെയ്യാവോ? നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ക്ലിയർ ആവുന്നില്ല, ഒന്ന് കമന്റ് ചെയ്യാവോ? നിങ്ങൾ കമന്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. എല്ലാവരും കൂടി വോയിസ് ഓൺ ചെയ്ത് ചിലപ്പോൾ ക്ലിയർ ആവില്ല, അത് കാരണം കൊണ്ടാണ് കേട്ടോ. എല്ലാവരും മ്യൂട്ടാക്കി തന്നെ വെച്ചോളൂ. യെസ്, ആദർശ പറയുന്നുണ്ട്. ജസ്റ്റിസ് സൂര്യകാന്ത്, മഞ്ജിമ പറഞ്ഞു. യെസ്, ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, അല്ലെ? യെസ്, ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അഫ്സാന പറഞ്ഞു ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്, അല്ലെ? എത്രാമത്തെ ജസ്റ്റിസാ, എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണെന്ന് പറയാവോ? നമ്മുടെ സുപ്രീം കോടതിന്റെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത്? 53 ആണ്, അല്ലെ? 53rd ആണ്, അല്ലെ? 53rd ആണ്. എല്ലാവരും മ്യൂട്ട് ആക്കിക്കോളൂ കേട്ടോ, മ്യൂട്ട് ആക്കിക്കോളൂ. മ്യൂട്ട് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് പലർക്കും എക്കോയൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, സോ 53rd ആണ്, അല്ലെ? 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് നമ്മുടെ ജസ്റ്റിസ് സൂര്യകാന്ത്, അല്ലെ? അപ്പം അത്തരത്തിലുള്ള GK കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം, കറണ്ട് അഫയേഴ്സ് അറിഞ്ഞിരിക്കണം. ആ കറണ്ട് അഫയേഴ്സ് തന്നെ ചോദിക്കുന്ന കുറച്ച് പാറ്റേൺസ് ഉണ്ട്, GK ചോദിക്കുന്ന ചില പാറ്റേൺസ് ഉണ്ട്. ആ പാറ്റേൺസ് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യണം. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പഠിക്കണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളെല്ലാം ഇൻഡെപ്തിൽ നമ്മൾ നോക്കി പോകണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ടെസ്റ്റുകളെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. നമുക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 120 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഏകദേശം 20ഓളം മോഡൽ എക്സാംസ്, 120ഓളം ക്വസ്റ്റ്യൻസ് ഉള്ള ഏകദേശം 20ഓളം മോഡൽ എക്സാംസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാപ്ടോപ്പിൽ അറ്റൻഡ് ചെയ്യാം, കമ്പ്യൂട്ടറിൽ അറ്റൻഡ് ചെയ്യാം, ടാബിൽ അറ്റൻഡ് ചെയ്യാം, ഈവൻ ഫോണിലാണെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും. ഏതെല്ലാമാണ് ശരിയായത്, ഏതെല്ലാമാണ് തെറ്റായത്, അതിന്റെ അനാലിസിസ് ഒക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. അത് എനി ടൈം, എത്ര നമ്പർ ഓഫ് ടൈംസ് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. ഇനി ഈ റെക്കോർഡ് ക്ലാസ്സസ് ആണെങ്കിലും ലൈവ് സെഷൻസ് ആണെങ്കിലും ലൈവ് സെഷൻസിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. അപ്പൊ ലൈവിന്റെ റെക്കോർഡഡ് ആണെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സസ് ആണെങ്കിലും ഇതെല്ലാം എനി നമ്പർ ഓഫ് ടൈംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്ന വിധത്തിലായിരിക്കും നമ്മൾ ഒരുക്കിയിട്ടുണ്ടാവുക. അതേപോലെ ഇത്തരത്തില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സെഷൻസും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത. കോഴ്സിനകത്ത് നമുക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 3999 രൂപയാണ് നമ്മുടെ കോഴ്സിന്റെ ഫീസ്. അപ് ടു എക്സാം, നിങ്ങൾ എന്നാണോ എക്സാം നടക്കുന്നത് അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സ് ആക്സസ് ചെയ്യാം. ഈ പറയുന്ന മോഡൽ എക്സാംസും എല്ലാം കൂടിയിട്ടാണ് 3999 രൂപയാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് ഫീസ് വരുന്നത്. സോ ഇത് ആഗ്രഹത്തോടു കൂടി പഠിക്കുന്നവർക്ക് ഈ ഒരു സംരംഭത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ആഗ്രഹം വേണം, നമുക്കൊരു വക്കീലാവണമെന്ന ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. ആ ഒരു ആഗ്രഹമാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്.
ആ ആഗ്രഹമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. എപ്പോഴും ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ ആദ്യം ഒരു കോഴ്സിൽ ചേരുമ്പോഴോ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുമ്പോഴോ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പതുക്കെ അത് ചോർന്നു പോകാറുണ്ട് പലരുടെയും. ആ മോട്ടിവേഷൻ കുറച്ച് ദിവസങ്ങൾ ഉണ്ടാവും. കുറച്ച് തുടക്കത്തിന്റെ ഒരു ആവേശത്തിന് ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകളിൽ കയറി പിന്നെ ആ ആവേശം ചോർന്നു പോയി. പിന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴായിരിക്കും ആലോചിക്കുക, അയ്യോ എന്റെ എക്സാം ആവാറായല്ലോ, പെട്ടെന്ന് പഠിക്കണമല്ലോ. അപ്പൊ ആ സമയത്ത് പഠിച്ചിട്ട് കാര്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. കഴിഞ്ഞ വർഷം അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാവും. അവസാന നിമിഷങ്ങളിൽ പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞ റേസ് ആണെന്ന്. നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? ഓടിത്തുടങ്ങണം. ആദ്യം ഓടിത്തുടങ്ങുന്നവർക്ക് എപ്പോഴും ആദ്യം ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും, അല്ലെ? മറ്റുള്ളവർ പിന്നാലെ വന്നോളും. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്ര സീറ്റ് വേണം? ഒരൊറ്റ സീറ്റ് മതി. ഓരോ കോളേജിലെ സീറ്റുകളെ കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്ര സീറ്റ് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് എത്ര സീറ്റ് വേണം? നിങ്ങൾക്ക് ഒരൊറ്റ സീറ്റ് മതി. നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിലെ ഒരൊറ്റ സീറ്റ് നിങ്ങൾക്ക്, ബാക്കിയുള്ള സീറ്റുകളെല്ലാം ബാക്കി ആര് വേണമെങ്കിലും എടുത്തോട്ടെ. സോ നിങ്ങൾ ആ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റോടു കൂടി നമ്മുടെ ഊർജ്ജം ചോരാതെ ആ ഒരു ആവേശം നിലനിർത്തിക്കൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടോ? ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ശ്രമത്തിൽ അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് ആദ്യത്തെ 10 റാങ്കുകളിൽ എത്തുക എന്നുള്ളതാണ്. എളുപ്പമല്ല, അല്ലെ? എളുപ്പമല്ല, പക്ഷെ എത്താൻ പറ്റും. യാതൊരു അംശവുമില്ല. എത്താൻ പറ്റില്ലേ? എത്താൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് അവസാന റാങ്ക് എത്ര, കഴിഞ്ഞ പ്രാവശ്യം അവസാന റാങ്ക് ഏതായിരുന്നു, അതിനെക്കുറിച്ചൊന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് എപ്പോഴും ആദ്യത്തെ 10 റാങ്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതായിരിക്കണം. പിന്നെ നമ്മളാണ് ഹീറോ, അല്ലെ? നമ്മൾ പറയും ഏത് കോളേജിൽ എനിക്ക് സീറ്റ് വേണമെന്ന്. ആ കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിലായിരിക്കണം നിങ്ങൾ പഠിക്കണം. ആ രീതിയിൽ സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, എന്റെ പറഞ്ഞ സെഷനകത്ത് ഡൗട്ടുകൾ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതായിട്ട് ഞാൻ അഡ്വക്കേറ്റ് ഹരേകൃഷ്ണനെ ഞാൻ വിളിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദി സെഷൻ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. സോ ഡയറക്റ്റ്ലി ഞാൻ അഡ്വക്കേറ്റ് ഹരേകൃഷ്ണയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. സാറ് നമുക്ക് സിലബസ് അതുപോലെ തന്നെ ലാസ്റ്റ് റാങ്കുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. സോ താങ്ക് യു ഓൾ. നമുക്ക് ഇനി മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സെഷന്റെ അവസാനം ഞാൻ ഒന്നും കൂടി വരുന്നുണ്ടാവും കേട്ടോ. യെസ്. സോ അഡ്വക്കേറ്റ് ഹരേകൃഷ്ണ, കേൾക്കാവോ? സ്റ്റാർട്ട് ചെയ്യാവോ? സ്റ്റാർട്ട് ചെയ്യാം. ഓഡിബിൾ ആണോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എന്റെ ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. കേൾക്കാൻ ഓക്കെ. അപ്പോൾ താങ്ക് യു സാർ. അപ്പോൾ എൻ്റെ പേര് അഡ്വക്കേറ്റ് ഹരേകൃഷ്ണ. ഓക്കെ, ഞാൻ ഇപ്പോൾ അഡ്വക്കേറ്റായിട്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. 2017 കേരള ലോ എൻട്രൻസിൽ 49ാമത്തെ റാങ്ക് സെക്യൂർ ചെയ്ത് ഞാൻ തൃശ്ശൂർ ലോ കോളേജിലാണ് പഠിച്ചത്. തൃശ്ശൂർ ലോ കോളേജ് അലുമിനിയാണ്. ഇപ്പം നിലവിൽ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം. ഞങ്ങളെ ആദ്യം സ്വാഗതം ചെയ്യാണ്. എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാട്ട് ഇസ് സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഡേ? December 3 പ്രത്യേകത ആർക്കെങ്കിലും അറിയാം? അതെ, ഇന്ന് അഡ്വക്കേറ്റ്സ് ഡേ ആണ്, ഇല്ലേ? നമ്മുടെ ഈ അഡ്വക്കേറ്റ്സ് ഡേയുടെ അന്ന് തന്നെയാണ് നമ്മുടെ ഈ ഓറിയന്റേഷൻ സെഷന് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു അഡ്വക്കേറ്റ് ആവുക, ഒരു വക്കീലാവുക എന്നുള്ളത് ഒരു സ്വപ്നമായി എന്താ പറയുക, കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ കുറച്ച് പേര് നമ്മുടെ ഈ ക്ലാസ്സിലും ഉണ്ട്. പിന്നെ അശ്വിൻ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആഗ്രഹം മാത്രം പോരാ, വി ഷുഡ് വിഷ്വലൈസ് ഇറ്റ്. നമ്മൾ വിഷ്വലൈസ് ചെയ്യണം, അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ഒരു ബഞ്ച് ഓഫ് ആൾക്കാരെയാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു വക്കീലാവുക എന്നുള്ളതിന് അപ്പുറം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ബേസിക്കലി നമ്മൾ ലേണഡ് ആയിരിക്കുക, അല്ലേ? നമ്മൾ അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ ലോ സ്റ്റുഡൻസ്, നമ്മളെ വിളിക്കുന്ന ഒരു പേരുണ്ട്, വി ആർ സോഷ്യൽ എഞ്ചിനീയേഴ്സ്, അല്ലേ? ഒരു അഡ്വക്കേറ്റ് ആയിരിക്കുക, കേസ് വാദിക്കുക, അല്ലെങ്കിൽ നമ്മൾ കോടതിയിൽ പോവുക എന്നതിനപ്പുറം വി ആർ ബേസിക്കലി സോഷ്യൽ എഞ്ചിനീയേഴ്സ്. സോഷ്യൽ എഞ്ചിനീയേഴ്സ് എന്താ? സമൂഹത്തിന് എന്ത് ചെയ്യുക, സൊസൈറ്റിനെ റീസ്ട്രക്ചർ ചെയ്ത്, സൊസൈറ്റിനെ റിഫോം ചെയ്ത്, സൊസൈറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗ്രേറ്റർ റോളും കൂടെ നമുക്കുണ്ട്, ഇല്ലേ? അതാണ് ഈ പ്രൊഫഷന്റെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എടുത്തിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരെന്താ, അവരെന്തെങ്കിലും അഡ്വക്കേറ്റ്സ് ആയിരിക്കും, ഇല്ലേ? നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി, ഹി വാസ് ആൻ അഡ്വക്കേറ്റ്, ഹി വാസ് എ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്, ഇല്ലേ? നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക, പുള്ളിക്കാരൻ്റെ അഡ്വക്കേറ്റ് ആണ്, മഞ്ചേരി ബാറിലെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. അങ്ങനെ
എണ്ണിയാൽ ഒടുങ്ങുന്ന എത്രയോ ആൾക്കാർ, ദേ വെയർ ഓൾ പാർട്ട് ഓഫ് ദിസ് പ്രൊഫഷൻ. ആ പ്രൊഫഷന്റെ ഭാഗമാവാൻ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ, ഇല്ലേ? അപ്പോ നമ്മുടെ ഈ ജോലിക്ക് അതിൻ്റെതായ വെല്ലുവിളികളുണ്ട്, അതിൻ്റെതായ ഒരു ഗ്രേറ്റ്നെസ്സും കൂടി ഉണ്ട്. ഓക്കെ, ഞാൻ 2017 ലോ കോളേജിൽ കയറുന്നത്. ആ 2017 ലോ കോളേജിൽ കയറിയ വ്യക്തിയല്ല ഞാൻ ഇന്നിപ്പോ. ഓക്കെ, തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. എന്റെ മെന്റാലിറ്റി മാറി. ഇന്ന് എനിക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഒരു പ്ലേസ് ഡിഫറെന്റ് ആയിട്ട് പ്ലേസ്. ഇന്ന് എനിക്ക് എവിടെ പോയാലും, അല്ലെ, അതിപ്പോ ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ കൂടി അതെനിക്കൊരു സ്റ്റിൽ ഇറ്റ്സ് എ പ്രിവിലേജ് ഫോർ മീ. എവിടെ പോയാലും നമുക്കൊരു സ്ഥാനമുണ്ട്, ഇല്ലേ? അഡ്വക്കേറ്റ് ആണ്, അല്ലെങ്കിൽ ലോ കോളേജിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വിലയുണ്ട്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് പ്രൊഫഷൻ. അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ഒരു വക്കീലാവുക അല്ലെങ്കിൽ കോടതി പോയി വാദിക്കുക എന്നതിനപ്പുറം ഒരുപാട് ഡിഫറെന്റ് റോൾസ് നമുക്കുണ്ട്. സൊസൈറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാവുന്ന റോൾ നമുക്കുണ്ട്, ഇല്ലേ? ഒരുപാട് കണ്ടിന്യൂസ് ഡൈനാമിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇവോൾവിംഗ് ആയിട്ടൊരു ഫീൽഡാണല്ലോ. അതാണ് ഇതിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇഫ് യു ആർ നോട്ട് അപ്ഡേറ്റഡ്, യു ആർ ഗോൺ, യു ആർ ഔട്ട് ഓഫ് ദിസ് ഫേസ്. ഓക്കെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ്. ഇപ്പോ എത്ര വിഷയങ്ങൾ ഇവിടെ നടക്കുന്നു ചുറ്റും, ഇല്ലേ? അത് എല്ലാത്തിനും ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ ഉണ്ട്, ഇല്ലേ? ഇപ്പൊ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയം നടക്കുന്നു, ഇല്ലേ? ഇവിടെ രാഹുൽ ഈശ്വർ ജയിലിൽ പോയി. ഈ രാഹുൽ ഈശ്വർ എന്തിനാ ജയിലിൽ പോയി എന്ന് ഇവിടെ ആർക്കെങ്കിലും പറയാൻ പറ്റും? ഓക്കെ, ഞാൻ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്ത് ശരിയാണോ തെറ്റ് അങ്ങനെയൊന്നും അല്ല, ഞാൻ ആ രീതിയിലേക്ക് ഞാൻ ചർച്ച കൊണ്ടുള്ള. ഐ എം ജസ്റ്റ് ഫോക്കസിങ് ഓൺ ദ ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ തിങ്. എന്തുകൊണ്ട് രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോയി? അതിന് ഒരുപാട് കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പ്രൊഫഷന്റെ ഭാഗമാവാൻ പോകുന്നവർ ആർക്കെങ്കിലും അറിയാം വാട്ട് വാസ് ദ ക്രക്സ്? എന്തുകൊണ്ട് രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോയി? ആർക്കെങ്കിലും ഓഡിയോ ഓണാക്കി പറയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ എന്താ പറയാ ടൈപ്പ് ചെയ്തിട്ടാലും മതി. വിക്ടിമിനെ ഇൻസൾട്ട് ചെയ്തു. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് സ്പെസിഫിക് ആവാൻ പറ്റുമോ? വിക്ടിമിനെ ഇൻസൾട്ട് ചെയ്തു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. കുറച്ചുകൂടി സ്പെസിഫിക് എന്താണ്? വാട്ട് വാസ് ദ മെയിൻ തിങ്? ഡിസ്ക്ലോസ് ചെയ്തു. വിക്ടിം എന്ന് പഴയ വാക്കാണ്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് സർവൈവർ. അതൊരു സെക്ഷൽ ഒഫൻസിന് കംപ്ലൈന്റ് ആയിട്ടുള്ള സ്ത്രീ, അവരെ പണ്ട് നമ്മൾ വിക്ടിം എന്നാ വിളിക്കും. ഇപ്പോ സുപ്രീം കോടതി ആ കാര്യത്തിൽ കൃത്യമായിട്ട് ക്ലാരിഫൈ, ദേ ഷുഡ് ബി കോൾഡ് ആസ് സർവൈവർ. അതിജീവിതയുടെ പേരും വിവരങ്ങളും നമുക്ക് വെളിയിൽ വിടാൻ പറ്റുമോ? പറ്റത്തില്ല. അതൊരു ക്രിമിനൽ ഒഫൻസാണ്. വിടാൻ പറ്റത്തില്ല. ഒരു സെക്ഷൽ ഒഫൻസ്. നമ്മൾ മുൻപൊരു കുറച്ച് നാൾക്ക് മുന്നേ കൊൽക്കത്തയിൽ ഒരു ലേഡി ഡോക്ടറിനെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി. ഓക്കെ, അപ്പൊ അന്ന് ഒരുപാട് പേര്, ഓക്കെ, നമുക്ക് അറിയുന്നതുകൊണ്ടാണോ അറിയാത്തതുകൊണ്ടാണ്, നമ്മൾ ഒരുപാട് പേര് ആ ലേഡിയുടെ ഡീറ്റെയിൽസും ഫോട്ടോയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്താ പറയാ സ്റ്റാറ്റസിലൂടെയും ഒക്കെ ഷെയർ ചെയ്യും. അതൊരു ശരിയായ കാര്യമാണോ? അല്ല, ദാറ്റ്സ് എ റോങ് തിങ്. നമ്മൾ ഒരിക്കലും ഒരു സെക്ഷൽ വയലൻസിൽ പെട്ട ഒരു കംപ്ലൈനന്റ് അതിജീവിതയുടെ പേരും വിവരങ്ങളും നമ്മൾ പുറത്തുവിടാൻ സാധിക്കില്ല. അത് എപ്പോഴേ വിടാൻ പറ്റുള്ളൂ? കോടതിയുടെ അനുമതിയോ അല്ലെങ്കിൽ ആ പേഴ്സന്റെ, ആ കംപ്ലൈനന്റ്, ആ സർവൈവറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അത് പത്രമാധ്യമങ്ങളിലൂടെയോ സോഷ്യൽ മീഡിയയിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയാണ് റെലവൻസ്. എന്തൊരു കാര്യം നമ്മുടെ ചുറ്റും നടക്കുമ്പോഴും അതിനൊരു ലീഗൽ എന്താ പറയുക, ഒരു ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. എന്തിനും ഒരു നിയമമുണ്ട്. ഇപ്പൊ സ്ഫടികത്തിൽ പറയുന്ന പോലെ, ഭൂഗോളത്തിന് സ്പന്ദനം കണക്കിലാന്ന് പറയുന്ന പോലെ, ഇവിടെ എല്ലാത്തിനും ഒരു നിയമമുണ്ട്. പ്രകൃതിക്ക് വരെ ഒരു നിയമമുണ്ട്, ഇല്ലേ? എല്ലാത്തിനും ഈച്ച് ആൻഡ് എവരിത്തിങ് എന്ത് ചെയ്യുന്നുണ്ട്? അതിലൊരു നിയമമുണ്ട്. അപ്പൊ നമ്മുടെ ജോലി, നമ്മളെന്ന് പറയുക, അത് വളരെയധികം വെല്ലുവിളിയുള്ള പ്രൊഫഷനാണ്. ഓക്കെ, അത്രയധികം രസമുള്ള ഒരു പ്രൊഫഷനാണ്, എന്നാൽ അത്ര അധികം വെല്ലുവിളിയുള്ള ഒരു പ്രൊഫഷനും കൂടിയാണ്. ഓക്കെ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ മൈൻഡ് ഉണ്ടോ, നമുക്ക് പണിയെടുക്കാൻ മൈൻഡ് ഉണ്ടോ, യു ആർ വില്ലിംഗ് ടു ടേക്ക് റിസ്ക്, then you can come into this field. ഇതൊരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലെ, യൂട്യൂബിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ നരസിംഹ സിനിമയിൽ കാണുന്ന പോലെ ഒന്നും അല്ല. ഓക്കെ, നമ്മൾ ഇയേഴ്സ് ഓഫ് സാക്രിഫൈസ്, പെർസിവറൻസ് എന്നുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പ്രൊഫഷൻ. സോ ഐ വെൽക്കം യു ഓൾ ടു ദിസ് പ്രൊഫഷൻ. നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പ്രൊഫഷനിലേക്ക് എന്ത് ചെയ്യുക, ഞാൻ വെൽക്കം ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത്, സാർ ഞാൻ ഈ പ്രൊഫഷന്റെ ഭാഗമായിട്ടില്ലല്ലോ, ഞങ്ങൾ എൻട്രൻസിന് വരുന്നുള്ളൂ. എൻട്രൻസ് വരുമ്പോൾ മുതലേ നിങ്ങൾ ലോ സ്റ്റുഡൻസാ, നിങ്ങൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ അതാണ് പറയാനുള്ളത്. ഇനി അടുത്തത് ഞാൻ കൂടുതൽ കാര്യങ്ങൾ, ഇപ്പൊ കുറെ പേര് കമന്റ് എന്താ പറയുക, മെസ്സേജ് കിട്ടിയിട്ട് ദിലീപിന്റെ കേസ് ഞാൻ പറഞ്ഞില്ല. ഞാൻ അതിലെ കേസിന്റെ കാര്യങ്ങൾക്കും അതിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ ആയി പോകും. ജസ്റ്റ് നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരുന്ന ഈ ഫീൽഡിന്റെ, ലീഗൽ ഫീൽഡിന്റെ പ്രസക്തി എന്താ നിങ്ങളോട് പറയാൻ വേണ്ടി ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു ഇൻസ്റ്റൻസ് പോലെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, നൗ കമ്മിങ് ടു, ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ഈ ഒരു സാധനം, ഈ LLB എന്നുള്ള സാധനം പഠിച്ചുകൊണ്ട് എന്ത് കാര്യമാണ് ഉള്ളത്?
അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ സ്കോപ്പാണ് ഉള്ളത്, ഇത് പഠിച്ചു കഴിഞ്ഞ് എന്തൊക്കെയാവാൻ പറ്റും എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ അൾട്രാ ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണിത്. കണ്ടിന്യൂസ് ആയിട്ട് ഇവോൾവ്, ഡെയിലി ന്യൂ ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പുതിയ ഇപ്പൊ AI വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ പുതിയ കാര്യങ്ങൾ വന്ന പുതിയ എന്താ പറയാ മേഖലകൾക്ക്, പുതിയ സ്ഫിയറിലേക്ക് ഈ ഒരു പ്രൊഫഷൻ എന്ത് ചെയ്യുക, വളർന്നുകൊണ്ടിരിക്കുക. സോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണിത്. ബട്ട് നമ്മളെ ഓപ്പർച്യൂണിറ്റീസ് ഡിസ്കവർ ചെയ്ത് നമ്മൾ അതിന് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഓക്കെ, ആരും നമ്മുടെ മുന്നിൽ പ്ലേറ്റിൽ കൊണ്ട് വെച്ച് തരുമൊന്നുമില്ല. വി ആർ റെഡി ടു വർക്ക്. ഞാൻ പറഞ്ഞു, ഇത് പണിയെടുക്കുന്നവർക്ക് എന്താ പറയാ, ഞാൻ പറഞ്ഞ മലയാളത്തിൽ കാള പോലെ പണിയെടുക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് ഇല്ലേ. നിങ്ങൾക്ക് അറിയുന്ന വക്കീലന്മാരോ അല്ലെങ്കിൽ സീനിയർ അഡ്വക്കേറ്റ്സിന്റെ ഒക്കെ പോയിട്ട് ജസ്റ്റ് അവരുടെ ലൈഫ്, അവരൊരു പ്രൊഫഷണൽ ലൈഫിനെ പറ്റി നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അവര് എന്താ പറയുക കടന്നു വന്ന ആ ഒരു എന്താ പറയുക സാക്രിഫൈസും അവരുടെ ഹാർഡ് വർക്കിനെ പറ്റിയൊക്കെ അവർ പറഞ്ഞു തരും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു LLB കഴിഞ്ഞ് കോടതിയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വക്കീലായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു മിത്ത് പലർക്കും ഉണ്ടാവും. ബട്ട് LLB കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രൊഫഷണൽ ഒന്ന് മാത്രമാണ് നമ്മൾ കോട്ടിട്ട് കോടതി പോകുക എന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ നമുക്ക് എന്തൊക്കെ പ്രൊഫഷൻ ഉണ്ട്? നമുക്ക് 3 കൊല്ലത്തെ, കഴിഞ്ഞ വർഷം വരെ ആ വിഷയം ഉണ്ടായിരുന്നില്ല, ഈ കൊല്ലം തൊട്ട് 3 വർഷം വരെ നമുക്ക് പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മുനിസിപ്പൽ മജിസ്ട്രേറ്റ്, കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതി നമുക്ക് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ആവാൻ പറ്റും. ഓക്കെ, നമുക്ക് ജഡ്ജി ആവാൻ പറ്റും. ഓക്കെ, നമ്മുടെ JFCM കോടതികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജഡ്ജിമാരാവാൻ പറ്റും. പിന്നെ 7 വർഷത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് പരീക്ഷ എഴുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജില്ലാ ജഡ്ജി ആവാൻ പറ്റും. പിന്നെ 3 വർഷത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതി നമുക്ക് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവാൻ പറ്റും. നമുക്ക് JFCM കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികളിലെ ഗവൺമെന്റിന്റെ വക്കീലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതുപോലുള്ള കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന എന്താ പറയുക സർവൈവേഴ്സിനും അതുപോലെ തന്നെ വിക്ടിമിനൊക്കെ വേണ്ടി നമുക്ക് ഹാജരാവാം. അവർക്ക് വേണ്ടി നമുക്ക് ഗവൺമെന്റ് ബിഹാഫിൽ പോയി നമുക്ക് ഹാജരാവാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഈ വർഷം വന്ന പ്രധാനപ്പെട്ട ഒരു പരീക്ഷയായിരുന്നു സെക്രട്ടേറിയറ്റ് ലീഗൽ അസിസ്റ്റന്റ്. അതല്ലേ, ഇവിടെ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം പ്ലേസ് ആണ് ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ. ആ സെക്രട്ടേറിയറ്റ് തന്നെ ലീഗൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രേറ്റർ പ്രിവിലേജാണ്. ആ സെക്രട്ടേറിയറ്റിൽ ലീഗൽ ഓഫീസർ ആവാനുള്ള പരീക്ഷ ഈ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാതെ ഏതൊരു വ്യക്തിക്ക് LLB കഴിഞ്ഞൊരു ഫ്രഷറിന് എഴുതി കയറാൻ പറ്റിയ ഒരു പരീക്ഷയാണ്. അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. ഇപ്പൊ തന്നെ ഞാൻ നിലവിൽ 50,000 സാലറി ഉണ്ട്. അത് ഇനിയും ശമ്പള പരിഷ്കരണം വരുമ്പോൾ ഏകദേശം 75 ഓൾമോസ്റ്റ് സാലറി ആവും. ഇനി ഒരു 3 ഇയേഴ്സ്, ഈ വർഷം പരീക്ഷ കഴിഞ്ഞു, ഇനി ഒരു 3 ഇയേഴ്സ് 2028 ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, അടുത്ത പരീക്ഷ വിളിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ LLBക്ക് ഈ വർഷം ക്രാക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അടുത്ത ലീഗൽ അസിസ്റ്റന്റ് പരീക്ഷ എഴുതി ഒരു സർക്കാരിന്റെ ലീഗൽ ഓഫീസർ ആവാൻ പറ്റും. ഇനിയും ഓപ്പർച്യൂണിറ്റീസിന് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ബാങ്കുകളുണ്ട് ഇല്ലേ. സെൻട്രൽ ഗവൺമെന്റ് ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകളുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കുകളുണ്ട് ഇല്ലേ. നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും ബാങ്കുകളാണ്. ഈ ബാങ്കുകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലീഗൽ ഓഫീസറായിട്ട് നമുക്ക് കയറാൻ പറ്റും. പരീക്ഷ എഴുതിയും കയറാം. ഇപ്പൊ RRB പോലത്തെ റീജിയണൽ റൂറൽ ബാങ്ക്സിനാണ് നമുക്ക് പരീക്ഷ എഴുതി കയറാം. അല്ലാത്ത ആഫ്റ്റർ 3 ഇയേഴ്സ് പ്രാക്ടീസ്, അത് അവസാനം ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ RRB പോലത്തുള്ള റീജിയണൽ റൂറൽ ബാങ്ക്സിൽ പരീക്ഷ വെച്ച് നടത്തുന്നു. അല്ലാത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്റർവ്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ലീഗൽ ഓഫീസർ ആവാൻ പറ്റും. അത്യാവശ്യം നല്ല സാലറിയോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ എന്താ പറയാ, നമുക്ക് ലീഗൽ ഓഫീസർമാരായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ബാങ്കുകളിൽ ലീഗൽ ഓഫീസർ എക്സാമുകൾ വിളിക്കും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിലെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഇഷ്ടംപോലെ ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ LIC പോലത്തുള്ള ഇഷ്ടംപോലെ റെയിൽവേ പോലത്തുള്ള ഇഷ്ടംപോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഈ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാം ക്രാക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുക? ലീഗൽ ഓഫീസർമാരായിട്ട് സെബി, RBI സെബിയിലൊക്കെ എന്ത് ചെയ്തു? ഇപ്പൊ സെബിയുടെ ലീഗൽ ഓഫീസർ പരീക്ഷ ടൈപ്പ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, യാതൊരു ആകെ ജസ്റ്റ് LLB നമുക്ക് ഗ്രാജുവേറ്റ് ആയാൽ മാത്രം മതി. നമുക്ക് RBIയിലാണെങ്കിൽ 1 ഇയർ 2 ഇയർ സംതിങ് പ്രാക്ടീസും 60% മാർക്കുമാണ് വേണ്ടത് നമുക്ക്. ഓക്കെ, അപ്പൊ RBIയിലും സെബിയിലും നമുക്ക് ലീഗൽ ഓഫീസർ ആവും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ NBFCകൾ ഉണ്ട് ഇല്ലേ, ഇഷ്ടംപോലെ NBFCകൾ ഉണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്, മുത്തൂറ്റ്, നമ്മുടെ മണപ്പുറം, അങ്ങനത്തെ ഇഷ്ടംപോലെ ഇസാഫ് പോലത്തെ ഇഷ്ടംപോലെ NBFCകൾ ഉണ്ട്. ഈ NBFCകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലീഗൽ ഓഫീസർമാരായിട്ട് നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇനി വേണ്ട, ഇതൊന്നും വേണ്ട നമുക്ക് LLB കഴിഞ്ഞ് LLM എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടീച്ചറായിട്ട് ലോ കോളേജിൽ പഠിപ്പിക്കാൻ കയറാൻ നമുക്ക് ഇഷ്ടംപോലെ ലോ കോളേജസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഫസർമാരായിട്ട് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരായിട്ട് ഗസ്റ്റ് ലെക്ചറേഴ്സ് ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. നമുക്ക് പിന്നീട് PSC ക്രാക്ക് ചെയ്യാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലോ കോളേജിൽ എന്ത് ചെയ്യാം? സ്ഥിര നിയമനം കിട്ടി നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഫസർമാരായിട്ട് ആവാൻ പറ്റും നമുക്ക്. പിന്നെ അങ്ങനെ ഇഷ്ടംപോലെ എണ്ണിയാൽ ഒടുങ്ങാതെ അത്രയും
ഓപ്പർച്യൂണിറ്റി, വലിയ വലിയ കമ്പനീസ്, ഇനി കോർപ്പറേറ്റ് മേഖലയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാം. വലിയ വലിയ കമ്പനീസ് MNCസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോർപ്പറേറ്റ് ലോയേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കയറാൻ പറ്റും. നമുക്ക് ഇഷ്ടംപോലെ മേഖലകളിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ കമ്പനീസും സ്ഥാപനങ്ങളും അല്ലാണ്ടുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലീഗൽ ഓഫീസേഴ്സ് ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. ഇനിയിപ്പോ ഇതൊന്നും വേണ്ട, എനിക്ക് പ്രാക്ടീസ് ചെയ്യാം, വക്കീലായിട്ട് കോടതി പോകണം എന്നുള്ള ഒരു കോടതി പോവാം. കോടതി പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 7 years ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് GP-മാരാകാൻ പറ്റും, ഗവൺമെന്റ് പ്ലീഡർമാരാകാൻ പറ്റും, നമുക്ക് പ്രോസിക്യൂട്ടർമാരാകാൻ പറ്റും, നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രോസിക്യൂട്ടർമാരാകാൻ പറ്റും. അങ്ങനെ ഇഷ്ടംപോലെ, ഞാനിത് പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വന്നപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞുള്ള കുറച്ച് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ നമ്മൾ ഒരു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, ആ ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെ ഡിസ്കവർ ചെയ്ത് നമ്മൾ അതിന് വർക്ക് ചെയ്യാന്നുള്ള ഒരു വെല്ലുവിളിയാണ് നമ്മൾ. ഞാൻ പറഞ്ഞ വർക്ക് ചെയ്താൽ മാത്രമേ ഇതൊക്കെ വരത്തുള്ളൂ. ഓക്കെ, വെറുതെ ഇരുന്നൊന്നും ഇത് എന്ത് ചെയ്യില്ല, ഇറ്റ് വോണ്ട് കം ടു യുവർ പ്ലേറ്റ്. നിങ്ങളുടെ പ്ലേറ്റിലേക്ക് ഇത് വരില്ല. നമ്മളിതിനെ തുനിഞ്ഞിറങ്ങണം. അതിന് ആ വാക്കാണ്, തുനിഞ്ഞിറങ്ങണം നമ്മൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനി നമുക്ക് നമ്മുടെ പ്രൈം വിഷയത്തിലേക്ക് വരാം, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ, അപ്പൊ LLB പഠിക്കാൻ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ എക്സാം മാത്രമാണോ ഉള്ളത്? അല്ല. പക്ഷേ LLB എൻട്രൻസുകളിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ എൻട്രൻസ് എന്ന് പറയുന്നത് കേരള ലോ എൻട്രൻസ് ആണ്. കേരളത്തിലെ 4 സർക്കാർ ലോ കോളേജിലേക്കും, പിന്നെ ഏകദേശം 5 year ആണെങ്കിൽ 28ഓളം പ്രൈവറ്റ് കോളേജ് ഉണ്ട്, പിന്നെ 3 year ആണെങ്കിൽ ഏകദേശം 16ഓളം പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 4 ഗവൺമെന്റ് കോളേജിലേക്കും പിന്നെ മറ്റുള്ള പ്രൈവറ്റ് കോളേജിലേക്കും 3 year അതായത് ഡിഗ്രി കഴിഞ്ഞവർക്ക് 3 year LLBക്കും +2 കഴിഞ്ഞവർക്ക് 5 year LLBയും എന്ത് ചെയ്യുക, സീറ്റുകളിലേക്ക് പഠിക്കാനുള്ള നടത്തുന്ന എൻട്രൻസുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ കേരള ലോ എൻട്രൻസ്, ഇപ്പോ നിങ്ങൾക്ക് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, പരീക്ഷ ഇനി ഒരു 3-4-5 മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ, ഇപ്പോഴേ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കോവിഡ് കഴിഞ്ഞതോടെ കേരള ലോ എൻട്രൻസിന്റെ ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടി വരും. ഓക്കെ, കൂടി വരികയാണ്. ഓക്കെ, അപ്പോ വി ആർ എക്സ്പെക്ടിങ് 10,000 തൊട്ട് 15,000 ആപ്ലിക്കൻസ് മിനിമം. ഞാൻ പറയുന്നത് ഒരു 10,000 തൊട്ട് 15,000 ആപ്ലിക്കൻസ് ആണ് നമ്മൾ ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ, നമ്മൾ നേരത്തെ ഇരുന്ന് പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ ആ റേസിൽ പിന്നോട്ടാവും നമ്മൾ. ഓക്കെ, പെട്ടെന്ന് ഒരു ദിവസം പോയി തലേ ദിവസം വായിച്ച് എഴുതിയാൽ കിട്ടുന്ന ഒരു പരീക്ഷയല്ല. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ, അതങ്ങനെ ഒരു പരീക്ഷയല്ല. അപ്പൊ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ കുറച്ച് നേരത്തെ ഇരുന്നാലാണ് നമ്മൾ ആ റേസിൽ മുന്നോട്ട് വരൂ. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ അഡോക് ലേണിംഗിൽ നമ്മുടെ ഒരു വർക്ക് കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റഡി കൾച്ചർ, നമ്മുടെ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് വി ആർ എയിമിംഗ് ഫോർ ദാറ്റ് ഗവൺമെന്റ് മെറിറ്റ് സീറ്റ്. നമ്മൾ ആ ഗവൺമെന്റ് മെറിറ്റ് സീറ്റിലേക്ക് നിങ്ങളെ കയറ്റാനുള്ള രീതിയിലാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും. അതുപോലെ നമ്മുടെ ഒരു സ്റ്റഡി കൾച്ചർ, നമ്മുടെ കോച്ചിങ് പാറ്റേൺ അങ്ങനെ തന്നെയാണ്. ഓക്കെ, വി ആർ നോട്ട് വെറീഡ് അബൌട്ട് ആ പ്രൈവറ്റ് സീറ്റുകളെ പറ്റി അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളെ പറ്റി നിങ്ങളെ കയറ്റുക എന്നുള്ളത്, റിക്രൂട്ട് ചെയ്യുക എന്നുള്ള നിങ്ങളുടെ മൈൻഡിലേ ഇല്ല. നിങ്ങളെ എങ്ങനെയെങ്കിലും ആ 4 പ്രധാനപ്പെട്ട 4 പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങളെ കയറ്റാനാണ് ഞങ്ങൾ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഞാൻ ഉൾപ്പെടെ ഇവിടെ എല്ലാവരും ഞങ്ങളുടെ എഫേർട്ട് ഇടുന്നത് അതിനു വേണ്ടിയാണ്. നിങ്ങൾ ആ 4 പ്രൈവറ്റ് കോളേജുകളിൽ, അപ്പൊ നിങ്ങളുടെ മൈൻഡ് സെറ്റും അങ്ങനെ ആയിരിക്കണം. ഇപ്പൊ നേരത്തെ അശ്വിൻ സാറ് പറഞ്ഞ പോലെ ഞാൻ ആദ്യത്തെ 10ന്റെ ഉള്ളിൽ വരും, ഞാൻ ഫസ്റ്റ് റാങ്കിനുള്ളിൽ വരും. വേണ്ട, ആദ്യത്തെ 10 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റാങ്കിൽ വരും. അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള കുട്ടികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലെങ്കിലും പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ തയ്യാറാണ്, സാർ എനിക്ക് വലിയ കഴിവൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ്, പലരും ചോദിക്കുന്നത് ഇംഗ്ലീഷ് എനിക്ക് വലിയ കാര്യത്തിലൊന്നും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇംഗ്ലീഷ് ഹാൻഡിൽ ലാംഗ്വേജ് ഒരു ബുദ്ധിമുട്ടാണ്. നെവർ മൈൻഡ്. നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണോ, നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണോ, നമുക്ക് സാധ്യതകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മരിക്കുവോളം നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഓക്കെ, നമ്മൾ എപ്പോഴാണ് നമ്മുടെ വീക്ക്നെസ്സുകളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആ വീക്ക്നെസ്സുകൾ നമ്മൾ മറികടക്കാൻ ശ്രമിക്കുക, അന്നാണ് നമ്മൾ ഗ്രോ ചെയ്ത് തുടങ്ങുള്ളൂ. സോ എനിക്ക് ലാംഗ്വേജ് ഇല്ല, ഞാൻ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളിലാണ്, എനിക്ക് എൻട്രൻസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് എൻട്രൻസ് പഠിച്ചാൽ കിട്ടുമോ എന്ന് അറിയില്ല, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻട്രൻസ് എഴുതാൻ പോണത്, അതൊക്കെ നിങ്ങൾ സൈഡിൽ വെച്ചു. അതൊന്നും മാറ്റർ ചെയ്യുന്ന കാര്യം. നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങൾ ഇത് പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടും. ആ ഗവൺമെന്റ് മെറിറ്റ് സീറ്റ് നിങ്ങൾക്ക് മേടിച്ച് തരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് അതിനുവേണ്ടി ഞങ്ങൾക്ക് ഇടാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരും. നോ ഡൗട്ട്. നമ്മൾ കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇട്ടിട്ട് നമ്മൾ അതിന്റെ എഫേർട്ടിനുള്ള കുറച്ച് ഫോട്ടോസ്, കുറച്ച് ഹാപ്പി ഫേസസ് നിങ്ങൾ കാണുകയും ചെയ്യും. ഓക്കെ, അപ്പോ ഗവൺമെന്റ് സീറ്റ്സ്
5 ഇയറിൽ ഏകദേശം 360ഓളം ഗവൺമെന്റ് സീറ്റുകളാണ് ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 to 15,000 അപ്ലിക്കൻസാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിങ്ങൾ 360 നിങ്ങൾ എത്ര? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഫോക്കസ്ഡ് സ്റ്റഡി. നേരത്തെ അശ്വിൻ സാറ് പറഞ്ഞു, കൺസിസ്റ്റന്റ് ഫോക്കസ്ഡ് സ്റ്റഡി. അതുകൊണ്ട് മാത്രമേ റിസൾട്ട് ഉണ്ടാക്കുള്ളൂ. ഡെയിലി പഠിക്കണം, കൺസിസ്റ്റന്റ് ആയി പഠിക്കണം, വർക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ റിസൾട്ട് ഉണ്ടാക്കിയ എല്ലാവരും അങ്ങനെയാണ്. അവർ കൺസിസ്റ്റന്റ് വർക്ക് ചെയ്തവരാണ്. അപ്പൊ 5 ഇയറിൽ ഏകദേശം 360ഓളം ഗവൺമെന്റ് സീറ്റുകളുണ്ട്. 3 ഇയറിൽ 4 ഗവൺമെന്റ് ലോ കോളേജുകളിലായിട്ട് ഏകദേശം 461ഓളം ഗവൺമെന്റ് മെറിറ്റ് സീറ്റുകളാണ് ഉള്ളത്. 3 ഇയറിൽ 461, 5 ഇയറിൽ 360ഓളം ഗവൺമെന്റ് സീറ്റ്സ് ആണ് ഏകദേശം ഉള്ളത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് കഴിഞ്ഞ വർഷം എത്ര റാങ്ക് വരെ ഗവൺമെന്റ് കോളേജിൽ കയറി എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് ഏകദേശം നമ്മുടെ സെക്കൻഡ് അലോട്ട്മെന്റ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് വരും. റിസൾട്ട് വന്നു കഴിഞ്ഞ് നമ്മുടെ ഡിഗ്രിക്കൊക്കെ പോലെ തന്നെ ഒരു അലോട്ട്മെന്റ് ഉണ്ടാവും. ആദ്യം ഒരു അലോട്ട്മെന്റ് ഉണ്ടാവും, പിന്നെ ഒരു രണ്ടാമത്തെ അലോട്ട്മെന്റ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞും വേക്കൻസി വരുന്ന സീറ്റുകളിലേക്ക് ഒരു വേക്കൻസി അലോട്ട്മെന്റ് ആദ്യം നടത്തും. എന്നിട്ടും വേക്കൻസി വരുമെങ്കിൽ വേക്കൻസി സ്പ്രേ ഫില്ലിംഗ് അലോട്ട്മെന്റ് വരും. ഓക്കെ, വേക്കൻസി സ്പ്രേ ഫില്ലിംഗ് അലോട്ട്മെന്റിലേക്ക് വരും. അപ്പൊ നമുക്ക് ഞാനിപ്പോ ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെന്റ് റാസ്റ്റ് റാങ്ക്. ഓക്കെ, സെക്കൻഡ് അലോട്ട്മെന്റ് റാസ്റ്റ് റാങ്ക് ആണ് നമുക്ക് ഡാറ്റ ആയിട്ട് കിട്ടുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടും ആൾക്കാർ കയറിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടും ഓരോ കാറ്റഗറിയിൽ ആൾക്കാർ കയറിയിട്ടുണ്ട്. നമ്മൾ അതിന് ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒരു ഊഹത്തിലൊന്നും പറയുന്നില്ല. സെക്കൻഡ് അലോട്ട്മെന്റ് ആണ് അവസാനത്തെ മെയിൻ അലോട്ട്മെന്റ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഫില്ല് ചെയ്ത് പോകുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റ്. ലാസ്റ്റ് മെയിൻ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ്. ഓക്കെ, അപ്പോ അത് പറഞ്ഞു. അപ്പോ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് നമ്മുടെ ലാസ്റ്റ് റാങ്ക്, ഇപ്പൊ ഞാൻ എല്ലാ കാറ്റഗറീസും ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ 5 ഇയറിലാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റില്, ഓക്കെ, 5 ഇയറിലേക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്ത് 160 ആയിരുന്നു 5 ഇയറിലെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, 5 ഇയറിലെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്, ഓക്കെ, ഇത് 5 ഇയറിൽ ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളം 160 ആയിരുന്നു ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 3 ഇയർ LLB നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കാണാം. ഓരോ ഈ SM എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ആണ്. പിന്നെ ഈഴവ എന്ന് പറയുന്നത്, EZ എന്ന് പറയുന്നത് ഈഴവയാണ്. MU എന്ന് പറയുന്നത് മുസ്ലിം. അപ്പൊ ഈ കാണുന്ന റാങ്ക് എന്ന് പറയുന്നത് ആ കാറ്റഗറിയിലെ റാങ്ക് ആണ്, മെയിൻ റാങ്ക് ആണ്. ഓക്കെ, മെയിൻ റാങ്ക് ലാസ്റ്റ് കയറിക്കാൻ. ഈ റാങ്ക് കഴിഞ്ഞിട്ടുള്ളവരും കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷം അലോട്ട്മെന്റ് നടന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള മെയിൻ ഡാറ്റ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. MU എന്ന് പറയുന്ന മുസ്ലിം, പിന്നെ വിശ്വകർമ്മ VK വിശ്വകർമ്മ, പിന്നെ SC എന്ന് പറയുന്നത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ്, EW എന്ന് പറഞ്ഞാൽ EWS. ഓക്കെ, സ്റ്റേറ്റ് മെറിറ്റ്, ഈഴവ, മുസ്ലിം. അപ്പൊ ഇതാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അപ്പൊ അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മൾ ഈ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ അഡീഷണൽ ആയ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, അതിന് ഞാൻ പറഞ്ഞു പോവാം. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് ഇതിന്റെ സിലബസിനെ പറ്റിയാണ്. അപ്പോ ഈ 42 ക്വസ്റ്റ്യൻ ഏകദേശം ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് 42 ചോദ്യങ്ങളാണ് വരുന്നത്. ഈ 42 ചോദ്യങ്ങൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുത്ത് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ, കാരണം ഗ്രേറ്റർ പ്രൊപ്പോർഷണൽ ചോദ്യം അവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികൾ സ്കോർ ചെയ്യുന്നത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്. നമ്മുടെ ക്ലാസിന്റെ ഒക്കെ ഗുണം കൊണ്ട് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നതും ആ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് സബ്ജക്ട്സുകൾ ഞാൻ പറയാം. നമുക്ക് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് സബ്ജക്ട്സ് 2 രീതിയിൽ തരംതിരിക്കാം. പ്രൈമറി സബ്ജക്റ്റും സെക്കൻഡറി സബ്ജക്ട്. പിന്നെ പ്രൈമറി സബ്ജക്ട്സ് എന്ന് ഞാൻ വിളിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രൈമറി ലോ സബ്ജക്ട്സ്. പ്രൈമറി ലോ സബ്ജക്ട്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, അത് അശ്വിൻ സാർ ആയിരിക്കും നിങ്ങൾക്ക് ഡീൽ ചെയ്യുന്നുണ്ടാവുക. കോൺസ്റ്റിറ്റ്യൂഷൻ ലോ. പിന്നെ വരുന്ന ക്രൈംസിലെ BNS, ഭാരതീയ ന്യായ സംഹിത, BNS ഞാനാണ് എടുക്കുന്നത്. പിന്നെ BNSS, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, അതായത് പഴയ CRPC. പിന്നെ ടോർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എടുക്കുന്നത് ജിവിസാർ ആയിരിക്കും നിങ്ങൾക്ക് എടുക്കുന്നുണ്ടാവുക. പിന്നെ കോൺട്രാക്ട് ഉണ്ട്. ഓക്കെ, പിന്നെ ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ്. അപ്പൊ ഈ സബ്ജക്റ്റുകളാണ് പ്രൈമറി ലോ സബ്ജക്ട്. ഏറ്റവും കൂടുതൽ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് ചോദ്യങ്ങൾ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, ക്രൈംസ്, അതുപോലെ ടോർട്ട്, കോൺട്രാക്ട്, ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ്. അപ്പൊ ഈ സബ്ജക്ട്സിന് നമ്മൾ എന്ത് ചെയ്യുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ എഡ്ജും കവർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക. പിന്നെ ഇതല്ലാണ്ട് വരുന്നുള്ള മറ്റെല്ലാ ലോ സബ്ജക്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് സെക്കൻഡറി ലോ സബ്ജക്റ്റുകളാണ്. ജൂറിസ്പ്രുഡൻസ്, ഫാമിലി ലോ, കമ്പനി, ഞാൻ പറഞ്ഞില്ല ഇഷ്ടം പോലെ 10-50 ലോ സബ്ജക്റ്റുകൾ. ഇതെല്ലാം സെക്കൻഡറി. ആ സെക്കൻഡറി ലോ സബ്ജക്റ്റിന് ക്ലാസിഫൈ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും, പക്ഷേ വളരെ കുറച്ച് ചോദ്യങ്ങളെ വരുള്ളൂ. ഏറ്റവും കൂടുതൽ ഗ്രേറ്റർ പ്രൊപ്പോർഷണൽ ചോദ്യങ്ങൾ വരുന്നത് പിന്നെ ഈ പ്രൈമറി ലോ സബ്ജക്ട്സ് ആണ്. അപ്പൊ ഇതാണ് ലീഗൽ ആയിട്ട് 42 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് നമ്മൾ
ബേസിക് ക്ലാസ്സുകളിൽ നമ്മൾ ലോവർ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് വരുന്നത്. നമ്മുടെ പ്രിപ്പോസിഷൻ, ഫില്ല് ദ ബ്ലാങ്ക്സ്, ആന്റണിംസ്, സിനാണിംസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം, ആക്റ്റീവ്, പാസീവ്, പാസേജ് ക്വസ്റ്റൻ ഉണ്ടാവും, അങ്ങനത്തെ ഉള്ള. അപ്പോൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കഷൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അല്ലെങ്കിൽ അത് ഫാക്കൽറ്റീസ് എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും. പിന്നെ വരുന്നത് ജി കെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് കറണ്ട് അഫയേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ GK ടോപ്പിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്ത് പ്രധാനപ്പെട്ട ലീഗൽ GK ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ലീഗൽ GK ടോപ്പിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ എടുത്തു പോകുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ എന്ത് പറയുന്നത് മാത്സ് ആണ്. ഓക്കെ, മാത്സിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മാത്സ് ക്വസ്റ്റ്യൻസ്, അതായത് പറയുക മാത്സ് ക്വസ്റ്റ്യൻസ് 15ഓളം ചോദ്യങ്ങളേ ഉള്ളൂ. ബട്ട് ആ 15 ചോദ്യങ്ങൾ അതാണ് നമ്മുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പലരും ഇഗ്നോർ ചെയ്യുന്നത് ആ മാത്സ് ആണ്. ആ മാത്സ് നമ്മൾ ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ സ്പെസിഫിക് ആയിട്ട്, നീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ എടുത്തു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സിലബസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ. ഡീറ്റെയിൽ സിലബസിംഗ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, അതിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, സിലബസിനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്റ്റിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ പറയും. അല്ലെങ്കിൽ അത് സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ചീഫ് മെന്റർ അശ്വിൻ സാർ അതിനെപ്പറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരും. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ട് കൺസിസ്റ്റൻസി ആൻഡ് ഹാർഡ് വർക്ക് ഇത് തന്നെയാണ്. ഈ കൺസിസ്റ്റൻസി ആൻഡ് ഹാർഡ് വർക്ക് എന്നുള്ള ഇത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ നേടുക. കാരണം നല്ല കോമ്പറ്റീഷൻ നമ്മൾ ഇടിച്ചിടിച്ച് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ ഒരു ഗവൺമെന്റ് കോളേജിൽ നമുക്ക് കയറാൻ സാധിക്കും. ഇനി വൈ യു ഷുഡ് സ്റ്റഡി ഇൻ അഡ്ഹോക്ക്, എന്തുകൊണ്ട് നിങ്ങൾ അഡ്ഹോക്കിൽ കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ അശ്വിൻ സാറ് പറഞ്ഞു. നമ്മൾ വർക്ക് ചെയ്യുക, നമ്മൾ നിങ്ങളുടെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, വരുന്നു നിങ്ങൾ കോഴ്സ് പറിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നു പോകുന്നുമല്ല, നിങ്ങളെ ഓൾറൗണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഫിറ്റായ ഒരു ആളാക്കി ട്രാൻസ്ഫോം ചെയ്ത് എടുക്കുക എന്നുള്ള ഒരു ജോബാണ് നമ്മുടെ മേലുള്ളത്. അപ്പൊ ആ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ലൈവ് സെഷൻ, റെക്കോർഡ് സെഷൻസ്, പിന്നെ അതുപോലെ നമ്മൾ ചെയ്യാന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കൊരു എന്താ പറയാ ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്ത കാര്യമാണ്. എല്ലാ വീക്കിലും സൺഡേസിലും നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്, മോട്ടിവേഷൻ ക്ലാസ്, അതായത് ഇന്ററാക്ഷൻ, ഓരോ കുട്ടികളായിട്ട് നമ്മൾ സംസാരിക്കും. അവരുടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജീസിനെ പറ്റി അവരോട് തന്നെ ചോദിച്ചറിയും. അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഞങ്ങൾ ഫില്ലപ്പ് ചെയ്ത് പോകും. അങ്ങനെ നമ്മൾ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ നല്ലൊരു റിസൾട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യാം നമ്മുടെ കോഴ്സിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാം. ഐ എം ഓൾ എക്സ്പെക്ടിങ് യു. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ എല്ലാവരും ക്ലാസ്സിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ അടുത്ത അതിലേക്ക് നമുക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? സാർ നെഗറ്റീവ് മാർക്കിനെ കുറിച്ചൊന്ന് പറയുമോ? നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അതായത് ഓരോ ക്വസ്റ്റിനും 3 മാർക്ക് വീതമാണ്. നമുക്ക് ശരി ഉത്തരം വരുത്തി കഴിഞ്ഞാൽ 3 മാർക്കും, ആ സാധനം അതായത് ഒരു ക്വസ്റ്റ് തെറ്റിക്കഴിഞ്ഞാൽ -1 നെഗറ്റീവ് മാർക്കിങ്ങിനെ പറ്റി. നെഗറ്റീവ് മാർക്കിംഗ് നമ്മുടെ എക്സാമിനുള്ളത്. ക്ലാസ് ടൈമിംഗ് എങ്ങനെയായിരിക്കും? 3 ഇയർ LLB ക്ലാസ് ടൈമിംഗ് എന്ന് പറയുന്നത് കോഴ്സ് നമ്മുടെ ഇതിന്റെ നമ്മുടെ LLBയുടെ ക്ലാസ് ആണ്. എനിക്ക് തോന്നുന്നു ഡൗട്ട്സ് നമുക്ക് ലാസ്റ്റ് ക്ലിയർ ചെയ്യാം. വക്കീലിന്റെ കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലിയർ ചെയ്യാം. ശരി, ഓക്കെ, നമുക്ക് ക്ലിയർ ചെയ്യാം. സെഷൻ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ അഡ്വക്കേറ്റ് MB ജോബിയെ ക്ഷണിക്കുകയാണ് നെക്സ്റ്റ് സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ക്ലാസ് എക്സാമിനകത്തുള്ള ചില ടോപ്പിക്സ്, പ്രത്യേകിച്ച് ലീഗൽ സബ്ജക്റ്റുകൾ എങ്ങനെ കവർ ചെയ്യണമെന്നും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും ആയിരിക്കും അദ്ദേഹം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ വെൽക്കം അഡ്വക്കേറ്റ് MB ജോബി. Hello. Yes. So good evening all. So my name is Ebi. ഞാൻ തൃശ്ശൂർ പ്രാക്ടീസിംഗ് ലോയർ ആണ്. ഓൾമോസ്റ്റ് 2 years ആയിട്ട് ഞാൻ ഇവിടെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗവൺമെന്റ് ലോ കോളേജ് തൃശ്ശൂരിൽ നിന്ന് 2023 പാസ് ഔട്ടും 2024 ഫെബ്രുവരിയിൽ എൻറോൾ ആയിട്ടുള്ളതാണ്. സോ ദ ടോപ്പിക് ദാറ്റ് ഐ വിൽ ബി ഡീലിംഗ് വിത്ത് ഇസ് ലീഗൽ റീസണിങ്. അതിനു മുമ്പ് ഞാനൊരു ഐസ് ബ്രേക്കിംഗ് എന്നുള്ള രീതിയിൽ വൈ യു ഷുഡ് ചൂസ് ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രാധാന്യം എന്താണ്, നേരത്തെ നമ്മുടെ അശ്വിൻ സാർ ആയാലും അതുപോലെ ഹരി സാർ ആയാലും അതിന്റെ ഇമ്പോർട്ടൻസ് കുറെ അധികം പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഐ വുഡ് ലൈക്ക് ടു ആഡ് വൺ സിമ്പിൾ പോയിന്റ്. അതായത് വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ള ഹെൻറി VI പാർട്ട് 2 പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ഒരു കോട്ട് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് കോട്ട് ചെയ്യണം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് വി ഡു ഇസ് ലെറ്റ്സ് കിൽ ഓൾ ദ ലോയേഴ്സ്. ആ ഒരു കഥയിൽ ഇംഗ്ലീഷ് ഗവൺമെന്റിനെതിരെ ഒരു റെബല്യൻ, ലോലെസ് സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റെബല്യൻ ഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്.
അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു ഇംഗ്ലീഷ് ഗവൺമെന്റിന് ആ ഗവൺമെന്റിനെ എങ്ങനെ താഴത്തേക്ക് വലിച്ചിടാം എന്ന് അവർ ചിന്തിക്കുമ്പോൾ അവർ ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അവരുടെ പട്ടാളത്തിനെ അറ്റാക്ക് ചെയ്യാനല്ല, പൊളിറ്റീഷ്യൻസിനെ അറ്റാക്ക് ചെയ്യാനല്ല, മറ്റൊന്നുമല്ല അവർ എയിം ചെയ്യുന്നത്. ഫസ്റ്റ് ദേ പ്ലാൻ വാട്ട് ദേ പ്ലാൻ വാസ് ടു കിൽ ഓൾ ദ ലോയേഴ്സ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ക് ഹാൻഡ് കോംപ്ലിമെന്റ് ആയിട്ടാണ് ശരിക്കും പിന്നീട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഇസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലോയേഴ്സ് ഇൻ എ സൊസൈറ്റി. അതാണ് ആ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്കായാലോ അല്ലെങ്കിൽ അതിന്റെ വീഴ്ചയ്ക്കായാലോ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ആണ് ലോയേഴ്സ് എന്ന് പറയുന്നത്. നേരത്തെ ഹരി സാർ പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോയേഴ്സ്, ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിലായാലും ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം ഒരു ലോയർ ആയിരുന്നു. മഹാത്മാഗാന്ധി അദ്ദേഹം ഒരു ലോയർ ആയിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ സ്ലേവറി അബോളിഷ് ചെയ്ത അമേരിക്കയിൽ സ്ലേവറി അബോളിഷ് ചെയ്തിട്ടുള്ള എബ്രഹാം ലിങ്കൺ അദ്ദേഹം എന്തായിരുന്നു? ഹി വാസ് ഓൾസോ എ ലോയർ. അതുപോലെ തന്നെ നിരവധി അധികം ആളുകൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്ഫിയേഴ്സ് മാറ്റം വരുത്താൻ വരെ പവർ ഉള്ള ആളുകളാണ് ലോയേഴ്സ് എന്ന് പറയുന്നത്. സോ as far as we are considering every other profession in the world, ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും ശരി അല്ലെങ്കിൽ ഏതൊരു പ്രൊഫഷൻ ആയാലും, ദിസ് ലോയറിംഗ് അല്ലെങ്കിൽ ആസ് an advocate is a person who is having a divine profession. ഓക്കെ, ഒരു സൊസൈറ്റിനെ മൊത്തത്തിൽ മോൾഡ് ചെയ്യാൻ കഴിവുള്ള ഒരു അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തിയുള്ള ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ആണ് ലോയേഴ്സ് എന്ന് പറയുന്നത്. സോ വെൻ വി സേ, അതിപ്പോ ഞാൻ ലോ പഠിക്കുന്ന സമയത്ത് വരെ, ഞാൻ ലോയർ ആയതിനു ശേഷം എന്നല്ല പറയുന്നത്, വെൻ ഐ വാസ് ലേണിംഗ് ലോ, ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ലോയർ ആയതിന്റെ കുറെ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കുറെ ഗുണങ്ങൾ എന്നുള്ള രീതിയിൽ, ഞാൻ എറണാകുളത്ത് ഹൈക്കോടതി ഇന്റേൺഷിപ്പിന് പോയിരുന്നു. ഐ വാസ് തേർഡ് ഇയറിൽ പഠിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എറണാകുളത്ത് നിന്നും ചാലക്കുടിയിലാണ് എന്റെ വീട്. അപ്പൊ ചാലക്കുടിയിലേക്ക് ട്രെയിനിലാണ് വരാറ്. അപ്പൊ എനിക്ക് ഒരു 7:40 ടൈമിലാണ് എനിക്ക് ട്രെയിൻ ഉള്ളത്. അപ്പൊ ഞാനൊരു ദിവസം ലേറ്റ് ആയിട്ട് 7:20 ടൈമിലാണ് ഇറങ്ങിയത്. അപ്പൊ ഞാൻ വേറെ ബസ്സൊന്നും പിടിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം സ്പീഡിൽ ഇറങ്ങി. എന്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷർട്ടിലാണ്, കോസ്റ്റ്യൂമിലാണ്, യൂണിഫോമിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നടന്നു പോകുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷക്കാരൻ കൈ കാണിച്ച് നിർത്തി. അപ്പോ നമ്മൾ ഒരു സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അപ്പൊ ഈ ഓട്ടോറിക്ഷക്കാരൻ കൈ നിർത്തിയ വശം ഞാൻ ശരി എന്തായാലും തിരക്കിട്ട് പോവാം, എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ഓട്ടോറിക്ഷയിൽ കയറി. ആള് വേഗം എന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ഞാൻ എത്ര ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു വേണ്ട വക്കീല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. So that is when I first encountered such a reaction from the public. അതായത് അദ്ദേഹം എന്റെ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കോസ്റ്റ്യൂം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ലോയർ ആണ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആണ് എന്ന് മനസ്സിലാക്കിയതിലൂടെ അദ്ദേഹം എന്നോടുള്ള അപ്രോച്ച് വരെ നല്ല രീതിയിലാണ്, ഒരു അപ്രോച്ചിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. സോ അതാണ് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതായത് ലോയർ ആവുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പാക്ട് ഉള്ള ഒരു പ്രൊഫഷൻ ആണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ലോയറിംഗ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആരും സംസാരിക്കുമ്പോഴും അഡ്വക്കേറ്റ് ആണ് എന്ന് മറ്റൊരാൾ, ഇപ്പൊ ഈ ഇലക്ഷൻ ടൈമിലായാലും ആളുകളായിട്ട് നമ്മൾ പരിചയപ്പെടുമ്പോൾ മറ്റുള്ള ആൾക്കാർ പറയും ഇദ്ദേഹം ലോയർ ആണ് കേട്ടോ, അഡ്വക്കേറ്റ് ആണ് കേട്ടോ എന്ന് പറയുന്നുണ്ടാവും. സോ അപ്പോൾ നമ്മൾ എപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്നത് ആസ് ആൻ അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുക ബാക്കി ആൾക്കാർ. അതുപോലെ നമ്മളോട് സംസാരിക്കുമ്പോഴായാലും ദേ ഓൾവേസ് റെസ്പെക്ട്. അതായത് നമ്മൾ ഒരു സൊസൈറ്റിയിൽ വളരെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുക. സോ ദർ ഇസ് എ വെരി ഡിവൈൻ എനർജി അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള ഒരു പവർ ഉള്ള ഒരു പ്രൊഫഷനാണ് അഡ്വക്കസി എന്ന് പറയുന്നത്. ഓക്കെ, സോ വിതൗട്ട് ഫെർദർ അഡ്യൂ നമ്മൾ കുറെ അധികം കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. മോട്ടിവേഷൻ എന്നുള്ളൊരു കാര്യത്തിന്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി അശ്വിൻ സാർ ആയാലും ഹരി സാർ ആയാലും അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ലോയറിംഗിന്റെ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിന്റെ വളരെ ഇമ്പോർട്ടൻസിനെ പറ്റി കുറെ അധികം പറയുകയുണ്ടായിരുന്നു. സോ വിതൗട്ട് ഫെർദർ അഡ്യൂ ഐ എം ഡിസ്കസിംഗ് അബൌട്ട് ദ ടോപ്പിക് ദാറ്റ് ഐ വിൽ ബി ഡീലിംഗ് വിത്ത്. ഞാൻ ഡീൽ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലീഗൽ റീസണിംഗ് എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് എലമെന്റ് ഇൻ ദിസ് എക്സാം. അതിന് കാരണം വേറൊന്നുമല്ല, ഈ ലീഗൽ റീസണിംഗിൽ നമ്മൾ ഒരുവിധം എല്ലാ തരത്തിലുള്ള ലോസും കവർ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോവുക. ദാറ്റ് ഈസ് ലീഗൽ റീസണിംഗിന്റെ ക്രക്സ്. സിമ്പിൾ ആയിട്ട് എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. യു ഹാവ് ടു, ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് കണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഞാൻ ഒന്നും കൂടെ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു രീതി പറഞ്ഞുതരാം. ബട്ട് ലീഗൽ റീസണിംഗ് എന്ന് പറയുന്നത് യു ഹാവ് ടു ഇമാജിൻ യുവർ സെൽഫ് ആസ് എ ജഡ്ജ്. നിങ്ങൾ ജഡ്ജായിട്ട് ഇരിക്കുകയാണ്, നിങ്ങളുടെ മുമ്പിൽ ഒരു ലോ പോയിന്റ് തരും, ഒരു ഫിക്ഷണൽ ആയിട്ടുള്ളതോ റിയൽ ആയിട്ടുള്ളതോ ഒരു ലോ പോയിന്റ് തരും. ആ ലോ പോയിന്റ് കൂടെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു ഫാക്ച്വൽ സിറ്റുവേഷൻ തരും. ഈ ലോ പോയിന്റ് വെച്ച് ഈ ഫാക്ച്വൽ സിറ്റുവേഷനിലെ ഇഷ്യൂ കണ്ടുപിടിക്കുക. അതൊരു തർക്കം വരുന്നൊരു ഏരിയ ഉണ്ട്, അതിനാണ് നമ്മൾ ഇഷ്യൂ എന്ന് പറയാം, ഡിസ്പ്യൂട്ട്, അതിന് ഇഷ്യൂ എന്ന് പറയാം. ഇഷ്യൂ കണ്ടുപിടിക്കുക, ആ പറയുന്ന ലോ പോയിന്റ് എങ്ങനെയാണോ അതിൽ അപ്ലൈ ചെയ്തിട്ട് അതിന് ഉത്തമമായിട്ടുള്ള ഡിസിഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലീഗൽ റീസണിങ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഒരു ജഡ്ജ് എന്നുള്ള രീതിയിലുള്ള ആ പെർസ്പെക്റ്റീവ് വേണം ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്. സോ
ആസ് ഐ വാസ് സെയിങ്, ഈ പറയുന്ന ഒരു ടോപ്പിക് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ വി വിൽ ഡിസ്കസിങ് അബൌട്ട് ദ ലോ ഓഫ് കോൺട്രാക്ട്, ദ ലോ ഓഫ് തോട്ട്, ഓൾ ദ ക്രിമിനൽ ലോസ് ആസ് വെൽ ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതിന് ഒരു എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് പഠിക്കുക എന്നുള്ളതും ഇതിന് മറ്റൊരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഈ എക്സാമിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന എക്സാം ഡ്രാഫ്റ്റ് ക്വസ്റ്റ്യൻസ് ഡ്രാഫ്റ്റ് ചെയ്ത ആൾക്കാർ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതും അതുപോലെ നിങ്ങളുടെ സമയം കളയുക എന്നുള്ളതാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നമാണ് ടൈം, അല്ലെ? ടൈമിൽ തീർക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ പറ്റാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ആ ഒരു സംഭവത്തിന് സമയം കളയാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ലീഗൽ റീസണിംഗ് എന്ന് പറയുന്നത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇത് പാരഗ്രാഫ്സ് ആയിട്ടാണ് വരാം. ലീഗൽ പോയിന്റ് ആയാലോ അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലോ അത് വലിയ 2 പാരഗ്രാഫ്സ് ആയിട്ടോ അല്ലെങ്കിൽ സിംഗിൾ പാരഗ്രാഫ് ആയിട്ടാണ് വരാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താണ്, എങ്ങനെയും പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുകയില്ല. മനസ്സിലാക്കി വായിക്കാനാണെന്നുണ്ടെങ്കിൽ സമയം പോവുകയും ചെയ്യും. സോ വാട്ട് വി ഹാവ് ടു ഡു, നമുക്ക് ഈ പറയുന്ന ലീഗൽ റീസണിങ്ങിലുള്ള ക്വസ്റ്റ്യൻസ് മുന്നേ കൂട്ടി പഠിച്ച് അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതെല്ലാം തറവായിട്ട് പോയി ആ ഒരു പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗൽ പോയിന്റ് അതിൽ വായിക്കുമ്പോൾ അതിലെ മെയിൻ എസെൻസ് എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പാരഗ്രാഫ്സ് ആണെങ്കിൽ കൂടെ അതിൽ എന്താണ് ഇഷ്യൂ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ആ ഇഷ്യൂയിലേക്ക് എങ്ങനെ ഈ ലീഗൽ എസെൻസ് എങ്ങനെ ആഡ് ചെയ്യണം, അതുപോലെ എങ്ങനെ ആൻസർ സെലക്ട് ചെയ്യണം, പെട്ടെന്ന് നമുക്ക് ഐഡിയ കിട്ടും. സോ നമ്മൾ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് പലതവണ ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ ഒരു സ്പീഡ് അക്വയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആൻഡ് അനദർ പ്ലസ് പോയിന്റ് ഐ വുഡ് ലൈക്ക് ടു ആഡ് ഓൺ ഇസ്, ഈ പറയുന്ന ലീഗൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺട്രാക്ച്വൽ ലോ നമ്മൾ പഠിക്കും, ടോർട്ടിന്റെ ലോ പഠിക്കും, ക്രിമിനൽ ലോ പഠിക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കും. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ നമുക്കറിയാം നോളജ് ആസ് സച്ച് ഇസ് ആക്ച്വലി യൂസ്ലെസ്. നോളജ് ഇസ് പവർ എന്ന് നമ്മൾ പറയും, പക്ഷെ നോളജ് അല്ല ശരിയും പവർ എന്ന് പറയുന്നത് ഹൗ ടു അപ്ലൈ ദാറ്റ് നോളജ്, അതിലാണ് പവർ ഉള്ളത്. സോ ഈ പറയുന്ന ലോ എല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ടൊന്നും അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. സോ വാട്ട് വി ഹാവ് ടു ഡു, ഈ പറയുന്ന ലോ അല്ലെങ്കിൽ ലീഗൽ പോയിന്റ്സ് റിയൽ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, ആ അപ്ലിക്കേഷനിലൂടെ എങ്ങനെ നമുക്കൊരു റിസൾട്ടിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഡിസിഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ റിസോൾവ് ചെയ്യാം എന്ന് നമുക്കൊരു ഐഡിയ തരുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ലീഗൽ റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് മൈ ടോപ്പിക്. സോ എന്റെ ക്ലാസ്സുകളിൽ നമുക്കൊരു 100 അല്ലെങ്കിൽ 150 ക്വസ്റ്റ്യൻസ് അടുത്ത് ചെയ്തു വരുമ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് നമുക്ക് തറവായിട്ടുള്ള രീതിയിൽ തന്നെ എക്സാംസിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് താങ്ക് യു ഓൾ ആൻഡ് വിൽ സീ ഇൻ ദി ക്ലാസ് സൂൺ. താങ്ക് യു. സോ നമുക്കിനി നമ്മുടെ ഡൗട്ട്സ് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സെഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേഷ് സാർ ഉണ്ട് സെഷനകത്ത്. സോ നിങ്ങളുടെ ഡൗട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ആദ്യം മുതൽ നമുക്കൊന്ന് നോക്കി പോവാം. ആഫ്റ്റർ 3 years പ്രാക്ടീസ് ശേഷം ഏജ് ലിമിറ്റ് ഉണ്ടോ? അതെനിക്ക് തോന്നുന്നു എന്തുമായി ബന്ധപ്പെട്ട സിവിൽ ജഡ്ജുമായി ബന്ധപ്പെട്ടതാണോ ക്വസ്റ്റ്യൻ, അതോ APPയുമായി ബന്ധപ്പെട്ടാണോ 3 years പ്രാക്ടീസ് വേണമെന്ന് പറയുന്നത്? ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയണേ. ക്ലാസ് ടൈമിംഗ് എങ്ങനെയായിരിക്കും? 3 year LLB കോളേജിലെ ക്യാമ്പസിലെ ആണോ അതോ നമ്മുടെ ഇവിടത്തെ ആണോ? സിവിൽ ജഡ്ജിന് ഉണ്ട്, ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. 35 വയസ്സ് വരെയാണ് സിവിൽ ജഡ്ജിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ എന്ത് ചെയ്യണം, അതുവരെ എക്സാം നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഒബ്വിയസ്ലി OBC 3 yearsന്റെ റിലാക്സേഷൻ ഉണ്ട്. ആൻഡ് SC ST ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, ദെൻ ക്ലാസ് ടൈം ഉദ്ദേശിച്ചത് ക്യാമ്പസിലെ ആണോ ഉദ്ദേശിച്ചത്? കോളേജില് എപ്പോഴായിരിക്കും സമയം എന്നുള്ളതാണോ ഉദ്ദേശിച്ചത്? അതുകൂടി ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയണേ. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ? സർ, യെസ്, പറഞ്ഞോളൂ. സർ, എനിക്കിപ്പോൾ 27 ആണ്. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇപ്പം ലീഗൽ സ്റ്റഡീസിലേക്ക് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പം സിവിൽ ജഡ്ജിന്റെ ആ ഒരു പോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ എന്തായാലും 5 year LLB എനിക്ക് പറ്റുള്ളൂ. ഡിഗ്രി എടുത്തിട്ടില്ല. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. സാർ എന്നെ കൊണ്ട് സാധിക്കുമോ? അത് ജനറൽ കാറ്റഗറിയും കൂടെ ഞാൻ ജഡ്ജ് ആവണം എന്നാണ് നമ്മുടെ ആഗ്രഹം എന്ന് വിചാരിക്കാം.
സോ സിവിൽ ജഡ്ജ് ആവണമെന്ന് നിർബന്ധമില്ല. സിവിൽ ജഡ്ജ് എന്ന് പറഞ്ഞാൽ മുൻസിഫ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ആണ് കേട്ടോ. അപ്പം അത് തന്നെ ആഗ്രഹിക്കണമെന്നില്ല. നമുക്ക് ജഡ്ജ് ആവണം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ജഡ്ജ് പോസ്റ്റ് ഉണ്ട്. അതിനെ നമ്മൾ ജില്ലാ ജഡ്ജ് എന്ന് പറയും അല്ലെ. ഒരു ജില്ലയിലെ ഏറ്റവും വലിയ ജഡ്ജ് ഏതാണ്? ഡിസ്ട്രിക്ട് ജഡ്ജ് ആണ്. സോ ഡിസ്ട്രിക്ട് ജഡ്ജ് എക്സാമിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട്. ആ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം 35 വയസ്സെങ്കിലും ആവണം. 25 ഇയേഴ്സ് എങ്കിലും മിനിമം ആയിട്ടുണ്ടാവണം. മാക്സിമം 45 ഇയേഴ്സ് വരെ സമയമുണ്ട്. ആ 10 വർഷ കാലയളവാണ് നമുക്ക് ജില്ലാ ജഡ്ജ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. സോ സിവിൽ ജഡ്ജ് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജില്ലാ ജഡ്ജിന് ശ്രമിക്കണം. അതാണ് ഏറ്റവും വലിയൊരു പോസ്റ്റ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ വരുന്ന ജുഡീഷ്യറിയിലെ ഏറ്റവും വലിയ പോസ്റ്റാണ് ജില്ലാ ജഡ്ജ് എന്ന് പറയുന്നത്. അതിന് ട്രൈ ചെയ്യണം. അതിന് 7 വർഷം പ്രാക്ടീസ് വേണം. ഈവൻ ഇപ്പൊ നിങ്ങൾ 27 വയസ്സായിട്ടുണ്ടെങ്കിൽ 32 വയസ്സിൽ LLB കഴിഞ്ഞു, 33 വയസ്സിൽ LLB കഴിഞ്ഞു എന്ന് വിചാരിക്കുക. 7 വർഷം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും 40ാമത്തെ വയസ്സ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം? DJ എക്സാം എഴുതാം അല്ലെ. 40ാമത്തെ വയസ്സിൽ നമുക്ക് DJ എഴുതാം. സോ DJ എഴുതാൻ ഇനിയും സമയമുണ്ട്, നമുക്ക് കിട്ടും കേട്ടോ. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ 7 വർഷത്തോളം പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിനിടയിൽ ഹരി സാർ പറഞ്ഞ പോലെ കുറെ എക്സാംസ് വേറെ വരുന്നുണ്ട്. ഈ പറഞ്ഞ ലീഗൽ അസിസ്റ്റന്റ് ഉണ്ട്, APP ഉണ്ട്, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, 3 ഇയർ എഴുതാം, 36 വയസ്സ് വരെ എഴുതാം. ഓക്കെ, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ജഡ്ജ് ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ സിവിൽ ജഡ്ജ് തന്നെ ആവണമെന്നില്ല, ജില്ലാ ജഡ്ജും ആവാം കേട്ടോ. അടക്കാം. ഒരു ജോബിന്റെ കൂടെ LLB ചെയ്യുന്നത് പോസിബിൾ ആണോ? റെഗുലർ ജോബിന്റെ കൂടെ പറ്റാവുന്നുള്ള സംശയമാണ്. കാരണം എന്താ വെച്ചാൽ റെഗുലർ ആയിട്ട് LLB പഠിക്കണം. LLB റെഗുലർ ആണ്. ജോബ് നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും പ്രത്യേകിച്ച് അറിയാനൊന്നും പോകുന്നില്ല, ആക്ച്വലി പാടില്ലാതാണ്. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് നിങ്ങൾക്ക് ഇപ്പൊ ഏത് കോളേജിൽ പഠിക്കുമ്പോഴും പാർട്ട് ടൈം ആയിട്ടൊക്കെ പലരും ജോലി ചെയ്യാറുണ്ടല്ലോ, അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ LLB റെഗുലർ ആയിട്ട് വേണം ചെയ്യാൻ, എന്നാലേ ബാർ കൗൺസിലിന്റെ അംഗീകാരം കിട്ടുള്ളൂ. ദെൻ കോച്ചിങ്ങിന്റെ ക്ലാസ് ടൈമിംഗ് 3 ഇയേഴ്സിന് 3 ഇയർ ആണെങ്കിലും 5 ഇയർ ആണെങ്കിലും നിങ്ങൾ കണ്ടല്ലോ, സിലബസ് സെയിം ആണ്, സെയിം കൈൻഡ് ഓഫ് എക്സാംസ് ആണ്. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സസ് ഒരുമിച്ചാണ്, ഒരേ എക്സാം ആണ്, ഒരേ സിലബസ് ആണ്. എക്സാം രണ്ടാണെങ്കിലും ഒരേ സിലബസിൽ നിൽക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ക്ലാസ്സസ് നമ്മൾ ഒരുമിച്ചാണ്. നമ്മൾ ഈവനിങ്ങിനാണ് ക്ലാസ് ഉണ്ടാവുക. റെക്കോർഡഡ് സെഷൻസ് ഉണ്ടായിരിക്കും, ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. വീക്കിൽ ഒരു 2-3 ക്ലാസ്സസ് ആയിരിക്കും ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കുക. അതുപോലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് റെക്കോർഡഡ് സെഷൻസും ഒരു ദിവസം നമുക്ക് റിവിഷൻ ഡേയും ആയിരിക്കും ഉണ്ടാവുക. അത് ക്ലാസ് ടൈം ലൈവ് നടക്കുന്ന ദിവസങ്ങൾ 8:30 to 9:30 ആ ഒരു ടൈം ആയിരിക്കും ലൈവ് ഉണ്ടാവുക. റെക്കോർഡഡ് ഉണ്ടാവുന്ന സമയത്ത് മോർണിംഗിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻ അപ്ലോഡ് ചെയ്ത് തരും. ആ ദിവസത്തിലെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എനി ടൈം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതേപോലെ ലൈവ് കഴിഞ്ഞാലും അതിന്റെ റെക്കോർഡഡ് ഉണ്ടാവും. ആ റെക്കോർഡഡ് വീണ്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. യെസ്. ദെൻ സർ BA LLB, BB LLB, BCom LLB ഒക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അത് വേറെ ഒന്നുമല്ല. BA LLB ആണെങ്കിൽ അതത് ക്യാമ്പസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനകത്ത് തന്നെ നോക്കൂ, 5 ഇയറിനകത്ത് ട്രിവാൻഡ്രം ലോ കോളേജ് ആണെങ്കിൽ BA LLB ആണ്, എറണാകുളത്താണെങ്കിൽ BCom-ഉം, അതുപോലെ തൃശ്ശൂരും കോഴിക്കോടും ആണ് കിട്ടുന്നതെങ്കിൽ BBA LLB ആണ്. ഇത്രയുള്ള. അതിനോടൊപ്പം തന്നെ LLB കഴിയുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഓണേഴ്സ് ആയിട്ട് ഒരു ഡിഗ്രി എക്സ്ട്രാ കിട്ടുന്നു. BA എന്ന് പറയുന്ന ഡിഗ്രി, അല്ലെങ്കിൽ BCom എന്ന് പറയുന്ന ഡിഗ്രി, അല്ലെങ്കിൽ BBA എന്ന് പറയുന്ന ഒരു ഗ്രാജുവേഷൻ, ഒരു ഡബിൾ ഗ്രാജുവേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഓക്കെ. ഓൺലൈൻ LLB ഉണ്ടോ? ഓൺലൈൻ LLB ആക്ച്വലി പോസിബിൾ അല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാർ കൗൺസിലിന്റെ നോംസിന് അഗെയിൻസ്റ്റ് ആണ് ഓൺലൈൻ LLB എന്ന് പറയുന്നത്. കാരണം റെഗുലർ ആയിട്ട് മാത്രമേ LLB ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ബാർ കൗൺസിലിന്റെ നോംസ്. എന്നാൽ മാത്രമേ എൻറോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കേരളത്തിലില്ല, പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ പലപ്പോഴും പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ചിലപ്പോൾ കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ആക്ച്വലി എപ്പോൾ വേണമെങ്കിലും അതൊക്കെ എടുത്ത് കളയാൻ ബാർ കൗൺസിൽ പല തവണകളായിട്ട് അത്തരം കോഴ്സുകളുടെ അഫിലിയേഷൻസ് ഇത് കളഞ്ഞിരുന്നു. ക്ലാസ് ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും സർ? ലൈവ് ആണെങ്കിൽ 1 hour ആയിരിക്കും. റെക്കോർഡഡ് ആണെങ്കിൽ ½ an hour ക്ലാസ്സസ് ആയിരിക്കും റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവുക കേട്ടോ. സ്റ്റുഡിയോ റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവുക. നോർമൽ ലൈവ് സെഷൻസ് 1 hour ഉണ്ടായിരിക്കും. അത് ഡിപ്പെൻസ്. ചില സമയത്ത് 1 മണിക്കൂറിൽ കൂടുതലാവാൻ ഡൗട്ട് സെഷൻ ഒക്കെ വരുന്ന സമയത്ത്. സർ ന്യൂ ക്രിമിനൽ ലോസ് എൻട്രൻസിന് എത്ര പെർസെന്റേജ് റെലവെന്റ് ആണ്? ന്യൂ ക്രിമിനൽ ലോസ് ഈ 42 മാർക്കോളം നമുക്ക് ലീഗൽ സബ്ജക്ട് പറഞ്ഞല്ലോ, അതിനൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് പറയുന്നില്ല. 42 മാർക്ക് ഏതൊക്കെ സബ്ജക്ട് എത്രയൊക്കെ മാർക്ക് എന്ന് എൻട്രൻസ് കമ്മീഷൻ പറയുന്നില്ല. അത് ചില സമയത്ത് BNS കൂടുതൽ ചോദിക്കാം, IPC ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, BNSS ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ചോദിക്കുന്നത്. ചില സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. കഴിഞ്ഞ എൻട്രൻസ് എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചത്. അപ്പം അത് മാറിക്കൊണ്ടിരിക്കും. ഓരോ വർഷം ഓരോ രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും പഠിക്കണം. BNS-ഉം BNSS-ഉം BSA-യും അതോടൊപ്പം തന്നെ IPC, CRPC, അതുപോലെ മറ്റേ എവിഡൻസ് ആക്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് ആക്ടുകളിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ സബ്ജക്ട് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട നിർബന്ധമായിട്ട് ലോ സബ്ജക്ട് ആണ്. കാരണം 42 ക്വസ്റ്റ്യൻസ് ഉണ്ട്.
ഒബ്വിയസ്ലി നമുക്ക് മാത്സിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. GK ആണ് കുറച്ച് നമുക്ക് ഫോക്കസ് കുറയ്ക്കാവുന്നത്. കാരണം GK എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാന്നുള്ളതാണ്. അപ്പം ബേസിക്കലി GK നമുക്ക് മുഴുവൻ സ്കോർ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷും മാത്സും മാർക്ക് സ്കോറിംഗ് ആണ്. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലോ സബ്ജക്ട് ഒബ്വിയസ്ലി നിങ്ങൾക്ക് സ്കോർ ചെയ്യണം. കാരണം അത് കഴിഞ്ഞാൽ LLB പഠിക്കാനാണ് പോകുന്നത്. നമ്മൾ LLB ലോ കോളേജിൽ പഠിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ എൻട്രൻസ് ടൈമിൽ പഠിക്കുന്നത് എപ്പോഴും നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോഴായിരിക്കും നമുക്ക് കോച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കോച്ചിങ് ക്ലാസ് നെക്സ്റ്റ് മൺഡേ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് മൺഡേ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. നെക്സ്റ്റ് മൺഡേ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യണം. ഓൾറെഡി ആപ്പിൽ അവൈലബിൾ ആണ്. അഡ്ഹോക് ലേണിംഗ് എന്ന് പറയുന്ന നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ. അത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. വെബ് വെർഷൻ അവൈലബിൾ ആണ്. വെബ് വെർഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് തന്നെ നിങ്ങളുടെ CBT പോലുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മൊബൈൽ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഓൾ കോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി സിവിൽ ജഡ്ജിന്റെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്, ലീഗൽ അസിസ്റ്റന്റ് ക്ലാസ് നമ്മൾ നടത്തിയിരുന്നു. PSCയുടെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കുള്ള ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് കാണാം? ഈ പറയുന്ന ഒരു എൻട്രൻസിന്റെ ക്ലി എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. യെസ്, അതിനകത്ത് ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഹരി സാറും പറഞ്ഞതുപോലെ, എബിയോക്കിൽ പറഞ്ഞതുപോലെ, നമുക്ക് ആഗ്രഹം വേണം, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കുകയും വേണം. പൗലോ കോയിലോ പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട് അല്ലെ, നമ്മുടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോകം മുഴുവൻ നമ്മുടെ കൂടെ, പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചം കൂടെ നിന്നാൽ മാത്രം പോരാ. ഹരി സാർ പറഞ്ഞതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യണം. അതാണ് എൻഡ് ഓഫ് ദ ഡേ മാറ്റേഴ്സ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നു അതാണ്. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം മാത്രമല്ല വാല്യൂ ചെയ്യുന്നത്, ആഗ്രഹത്തോട് ഒപ്പം തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നമ്മൾ പറഞ്ഞ പോലെ ആദ്യത്തെ 10 റാങ്കിൽ, 1 റാങ്ക്, 2 റാങ്ക്, ഇത്തരം റാങ്കുകൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് പഠിക്കുക. എങ്ങനെയെങ്കിലും ഒരു കോളേജിൽ കയറുക എന്നുള്ളതല്ല, പകരം നമ്മൾ റാങ്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പഠിക്കാം. അവസാന നമുക്ക് ഗൈഡ്, അഡ്ഹോക് ലേണിംഗിന്റെ ഭാഗത്ത് നമ്മൾ ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും പല പബ്ലിഷേഴ്സിന്റെയും ഗൈഡുകൾ അവൈലബിൾ ആണ്. പക്ഷെ അതൊന്നും കോംപ്രഹെൻസീവ് ആണ് എന്ന് നമുക്ക് മുഴുവനായിട്ടും പറയാൻ പറ്റില്ല. സോ മാർക്കറ്റിൽ കിട്ടുന്ന ഗൈഡുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണമെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാം. പക്ഷെ ക്ലാസ് ഇരിക്കണം. ക്ലാസ് കൃത്യമായിട്ട് പഠിക്കുകയും ആ ക്ലാസിന്റെ റെക്കോർഡർ വേർഷൻസ് റിവൈസ് ചെയ്യാനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വേറെ ഒന്നിന്റെ ആവശ്യമില്ല കേട്ടോ. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാകുമോ? ക്ലാസ് അപ്ഡേറ്റ് അറിയാൻ ഓൾസോ നമുക്ക് മെറ്റീരിയൽസ് ആപ്പ് ത്രൂ ആണോ അതോ ഹാർഡ് കോപ്പീസ് കിട്ടുമോ? എല്ലാം ആപ്പ് ത്രൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിനകത്ത് ഇതെല്ലാം ഡൗൺലോഡബിൾ ആയിരിക്കും. മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഡൗൺലോഡബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുക്കാവുന്നതാണ് കേട്ടോ. പ്രിന്റ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാവുന്ന രീതിയിലാണ്. വേണ്ടവർക്ക് പ്രിന്റ് എടുക്കാം, വേണ്ടാത്തവർക്ക് അതിനകത്ത് റീഡ് ചെയ്യാവുന്ന രീതിയിൽ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും കേട്ടോ. എക്സാം എപ്പോഴാണ് ഉണ്ടാവുക? ഏത് മന്താണ്? കഴിഞ്ഞ പ്രാവശ്യം ജൂൺ 1 ആണ് ഉണ്ടായത്, ജൂൺ 1-ാം തീയതി ആയിരുന്നു. ഇപ്രാവശ്യം മെയ്യിൽ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പ്രാവശ്യം മെയ് ലാസ്റ്റ് വീക്കിലേക്ക് എക്സാം വെച്ച് പിന്നെ ഒരാഴ്ച നീക്കി ജൂൺ 1-ാം തീയതിയിലേക്ക് മാറ്റിയതാണ്. യെസ്, പ്രിന്റ് നോട്ട്സ് ഉണ്ടാവും. നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാവുന്ന രീതിയിൽ പ്രിന്റബിൾ ഫോർമാറ്റ് ആയിട്ട് PDF ആയിട്ട് ഡൗൺലോഡബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. യെസ്, ഇനി അത് ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഡൗട്ട്സുകൾ മാക്സിമം ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 1 hour ആയിരുന്നു നമ്മൾ സെഷൻ ടൈം വിചാരിച്ചിരുന്നത്. ഓൾമോസ്റ്റ് 1 hour. എത്ര മന്തിലേക്കാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്? എൻഡ് ഓഫ് ദ എക്സാം കേട്ടോ. എന്നാണ് എക്സാം വരുന്നത് അതുവരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു 3 മാസം കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 3 മാസം കൊണ്ട് ഞാൻ സിലബസ് തീർത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം നടന്നില്ലെങ്കിൽ അതുവരെ നിങ്ങൾക്ക് ആക്സസ് വേണ്ടേ? അല്ലാതെ നമുക്ക് ആ 3 മാസം കൊണ്ട് പഠിച്ചു നിർത്തി കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ? സോ അത് കാരണം കൊണ്ട് എന്നാണ് എക്സാം വരുന്നത് അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. സർ, കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് റാങ്കിന്റെ മാർക്കും ലാസ്റ്റ് കയറിയ റാങ്കിന്റെ മാർക്കും പറയണം ഗവൺമെന്റ് കോളേജിലത്തെ. ആ മാർക്ക് നിങ്ങൾ നോക്കിയേ വേണ്ട. ബിക്കോസ് എന്താണെന്നറിയോ? കാരണം അതായത് അത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും ഫസ്റ്റ് റാങ്കിന്റെയും ലാസ്റ്റ് റാങ്കിന്റെയും മാർക്ക് നമ്മൾ നോക്കിയേ വേണ്ട. കാരണം എന്താണെന്നറിയോ? ഇപ്രാവശ്യം 360 മാർക്കിലല്ലേ, 300 മാർക്കാണ് ഇപ്രാവശ്യം ഫസ്റ്റ് റാങ്ക് എന്ന് വിചാരിക്കാം. അത് നോക്കിയിട്ട് കാര്യമില്ല. അടുത്ത വർഷം ചിലപ്പോൾ 200 മാർക്കാവും ഫസ്റ്റ് റാങ്ക്. കാരണം എന്താ? ഇതെപ്പോഴും കോമ്പറ്റീഷൻ അനുസരിച്ചാ വരിക അല്ലെ, എക്സാമിന്റെ ടഫ്നെസ് അനുസരിച്ച് വരിക. കഴിഞ്ഞ പ്രാവശ്യം എക്സാം ടഫ് ആണ് എങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ മാർക്ക് കുറയും എല്ലാവരുടെയും. ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യത്തെ വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ റാങ്ക് ലിസ്റ്റ് തന്നെ വേണമെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ. ഗ്രൂപ്പിൽ ഇട്ട് തരാം.
ഓക്കെ, ആക്ച്വലി അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. കാരണം കോമ്പറ്റീഷൻ അനുസരിച്ചിരിക്കും. ചിലപ്പോ ഞാൻ പറഞ്ഞുതരാം. എന്റെ 11ാം റാങ്കുള്ള സമയത്ത് എന്റെ മാർക്ക് എനിക്ക് ഓർമ്മയില്ലേ. എന്റെ ഫസ്റ്റ് റാങ്ക് 413, അന്ന് 600-ലായിരുന്നു. 600-ൽ 413 ഫസ്റ്റ് റാങ്ക്. എനിക്ക് 356 ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കാണ് കേട്ടോ. ഒരെണ്ണം തെറ്റി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവും വരും. ഓക്കെ, അപ്പൊ എന്താ അവസ്ഥ? ശരിയാവേണ്ട ഒരെണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ 4 മാർക്കാണ് കുറയുന്നത്. ആക്ച്വലി ഞാൻ തെറ്റിച്ച 10 ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന ഫസ്റ്റ് റാങ്കിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് എത്തും. ഓക്കെ, സോ അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പം അത്രയും ഡിഫറൻസ് ആദ്യത്തെ 1ാം റാങ്കും 11ാം റാങ്കും തമ്മിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ റാങ്കും 2ാം റാങ്കും ഞങ്ങൾ തമ്മിൽ ആകെ 10 മാർക്കിന്റെ ഡിഫറൻസ് അങ്ങോട്ട് ഉണ്ടായിരുന്നു. ജസ്റ്റ് 2-3 എന്റെ കഴിഞ്ഞ വർഷം നിങ്ങൾ അഡ്ഹോക്കിൽ ജോയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. യെസ്, ഞാൻ കാസർഗോഡുള്ളതാ. ഏജ്ഡ് ആയിട്ടുള്ള ഒരു ജ്യോതി ഓർമ്മയുണ്ടോ? സാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പരീക്ഷ. സാർ എടുത്തിട്ടുണ്ടായിട്ടില്ല. പ്രാവശ്യം ഉണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. എനിക്ക് 123 മാർക്ക് ഉണ്ടായത്. അത് ഇക്കൊല്ലം ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇക്കൊല്ലം ഞാൻ ഡിഗ്രിക്കും ജോയിൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം എന്ത് ചെയ്യണം? മാർക്ക് സ്കോർ ചെയ്യണം കേട്ടോ. അത് തന്നെ. പക്ഷെ ഇക്കൊല്ലം നല്ലോണം ഓർമ്മക്കുറവൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഒന്ന് ട്രൈ ചെയ്യും. കിട്ടിയിട്ടില്ലെങ്കിൽ പോട്ടെ. പറയും. അപ്പൊ കഴിഞ്ഞ വർഷം പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് അത് കമ്പ്യൂട്ടറിലെ പ്രാവീണ്യം എനിക്ക് തീരെയില്ല. അങ്ങനെ കുറച്ച് സമയം അങ്ങനെയും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് ഇത്ര വൈകിട്ട് എഴുതിട്ടാകുമ്പോ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയി. അതാ ഞാൻ ചോദിച്ചേ, ഫസ്റ്റ് റാങ്കിന്റെ റാങ്ക് എത്ര, പിന്നെ മാർക്ക് എത്ര, ഗവൺമെന്റ് കോളേജിൽ കയറിയ ലാസ്റ്റ് റാങ്കിന്റെ മാർക്ക് എത്രന്ന് അറിയാൻ വേണ്ടിട്ട്. ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യത്തെ. പിന്നെ ജ്യോതി മാഡം, ഞാൻ പറയട്ടെ, ഈ പ്രാവശ്യം മാഡം മാത്രമല്ല, ഏജ്ഡ് ആയിട്ടുള്ള കുറെ പേര് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് മാഡത്തിന്റെ അന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഓർമ്മ നിൽക്കാത്തതിന്റെ ആയിരുന്നു അല്ലെ? എന്റെ അടുത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓർമ്മ നിൽക്കാത്തതിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇത്തിരി ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതും പഠിക്കാൻ തുടങ്ങിയതും അല്ലെ? ഈ പ്രാവശ്യം നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു, നേരത്തെ നിങ്ങൾ പഠിക്കുന്നു, നേരത്തെ തന്നെ അത് റിവൈസ് ചെയ്യുക, റെഗുലർലി റിവൈസ് ചെയ്യുക. മന്ത് എൻഡിൽ വീണ്ടും റിവിഷന് ഒരുപാട് ടൈം നമുക്ക് കിട്ടും. അപ്പം മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ബേസ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്ക് ഈസിലി കയറാൻ പറ്റും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അക്ഷയ ആയിരുന്നു നമ്മുടെ സ്റ്റുഡന്റ്. അതിന് മുമ്പത്തെ 2 പ്രാവശ്യം നമ്മുടെ അവിടെ ആയിരുന്നില്ല, അതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. 2-3 പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് 4ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ അവിടെ വന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഭയങ്കര വിഷമമായിരുന്നു, കിട്ടോ കിട്ടില്ലയോ. അപ്പൊ നമ്മൾ എപ്പോഴും കോൺഫിഡന്റ് കയറ്റാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടി, ഗവൺമെന്റ് കോളേജിൽ ഉണ്ട് ഇപ്പൊ. അത് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ല, നെക്സ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, കിട്ടുന്ന വരെ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. കിട്ടും കേട്ടോ. യെസ്, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം, അവസാനത്തേക്ക് വെക്കരുത്. യെസ്. ദെൻ അപ്ഡേറ്റ് ഒക്കെ കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പ് ത്രൂ ആയിരിക്കും ലൈവ് ക്ലാസ് ലിങ്ക്സ് ഒക്കെ. അതെ, നമുക്ക് ഇപ്രാവശ്യം നമ്മൾ ലൈവ് ക്ലാസിന്റെ ലിങ്ക് എല്ലാം മെയിലിലേക്ക് വൺസ് നിങ്ങൾക്ക് അയച്ചിടും. നമ്മൾ രജിസ്റ്റേർഡ് സ്റ്റുഡൻസിന് മാത്രം ജോയിൻ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് വന്ന് കിടക്കും. അതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇവിടെ നിന്ന് വിളിക്കും, നിങ്ങൾ സംസാരിക്കും, എങ്ങനെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും പറയും കേട്ടോ. അമൃത ബാബു, അതെ, കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫുൾ പേയ്മെന്റ് ആയിട്ടല്ലേ? അതെ, ഫുൾ പേയ്മെന്റ് ആയിട്ടാണ് കേട്ടോ. അഖിൽ അച്ചു, നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? യെസ്, ഓൾറെഡി പറഞ്ഞല്ലോ. 1 മാർക്ക് നെഗറ്റീവ്, 3 മാർക്ക്, ഒരെണ്ണം ശരിയായ 3 മാർക്ക്. ഇനി എക്സാമിൽ കിട്ടിയില്ല എങ്കിൽ അടുത്ത തവണ ട്രൈ ചെയ്യാൻ വീണ്ടും പേയ്മെന്റ് ചെയ്യണോ, അതോ ഒറ്റ തവണ സബ്സ്ക്രിപ്ഷൻ മതിയോ? അത് മതിയാവില്ല യസീൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഡിഫറെന്റ് ക്ലാസ്സസ് അല്ലേ എടുക്കുന്നത്. നമ്മൾ വീണ്ടും ലൈവ് എടുക്കും, വീണ്ടും ടീച്ചേഴ്സ് വരുന്നു, നമുക്ക് ടീച്ചേഴ്സിനും പേയ്മെന്റ് കൊടുക്കുന്നു അല്ലെ? നമ്മൾ ഡിഫറെന്റ് ആണ് കേട്ടോ. ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ കോഴ്സ് അപ് ടു എക്സാം വരെയാണ്. നമുക്ക് ലൈഫ് ടൈം ആ ഒരു സബ്സ്ക്രിപ്ഷൻ അല്ല നമ്മൾ തരുന്നത്. അപ് ടു എക്സാം വരെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ഇയർ ടഫ് ആയിരുന്നു എക്സാംസ്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ടഫ് ആയിരുന്നു. ഓഫ്ലൈൻ കോച്ചിങ് ഉണ്ട്? ഓഫ്ലൈൻ ഇല്ല, നമ്മൾ കംപ്ലീറ്റ്ലി ഓൺലൈൻ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതിന് കുറെ റീസൺസ് ഉണ്ട്. കാരണം ഓഫ്ലൈൻ ആകുമ്പോൾ വൺസ് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതേ ഉള്ളൂ, കഴിഞ്ഞു. നിങ്ങൾക്ക് രണ്ടാമത് അതൊന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ നോട്ട് മാത്രമേ ഉള്ളൂ, ക്ലാസ് വീണ്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓൺലൈൻ ആകുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് വീണ്ടും കാണാം. അതുപോലെ എനി ടൈം നിങ്ങൾക്ക് കാണാം. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിൽ ആ ക്ലാസ് നിങ്ങൾക്ക് മിസ്സായി, ഓൺലൈൻ ആകുമ്പോൾ നിങ്ങൾക്ക് അത് വീണ്ടും കാണാം. അങ്ങനെ തുടങ്ങിയിട്ട് കുറെ ബെനിഫിറ്റ്സ് ആണ് there. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് യാത്ര ചെയ്ത് ഇത്രയും സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട. നിങ്ങൾക്ക് ഓൺലൈൻ ആകുമ്പോൾ എനി ടൈം, നിങ്ങൾക്ക് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ട്. ഇനി നമ്പർ ഓഫ് ടൈംസ് കാണാം. അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി നമ്മൾ ഓഫ്ലൈൻ വേണ്ട ഓൺലൈൻ മാത്രം ആക്കുന്നത്.
ദെൻ അഖിൽ സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് കോളേജുകളിൽ കയറണമെങ്കിൽ എൻട്രൻസ് മിനിമം മാർക്ക് ഉണ്ടോ അതോ ഡയറക്റ്റ് കയറാൻ പറ്റും? എനിക്ക് തോന്നുന്നു 40 മാർക്കാണ് തോന്നുന്നു എൻട്രൻസിനകത്ത് റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടി വരുന്നത്. പക്ഷെ അതില്ലെങ്കിൽ പോലും പല പ്രൈവറ്റ് കോളേജസിലും ഈവൻ റാങ്ക് ലിസ്റ്റിൽ ഇല്ലാത്തവരെ പോലും പലപ്പോഴും കയറ്റുന്നത് കണ്ടിട്ടുണ്ട്. അതെനിക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെയാണ്. ജസ്റ്റ് അപ്ലൈ ചെയ്തവർ പോലും പലരും, അത് എനിക്ക് തോന്നുന്നു കുറെ അഫിലിയേഷൻസ് കൂടിയതുകൊണ്ടായിരിക്കാം. പ്രൈവറ്റ് കോളേജസ് കുറെ കൂടിയിട്ടുണ്ട്. സോ ഫീസ് നന്നായിട്ടുണ്ട്, അതിനനുസരിച്ച് ഫീസ് അവർ കൂടുതൽ വാങ്ങും. അപ്പം അങ്ങനെയൊക്കെ വളരെയധികം ഫീസ് കൊടുത്ത് വാങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് എൻട്രൻസ് പാസ്സായാലോ ഈവൻ എൻട്രൻസ് കിട്ടാത്തവർ പോലും എൻട്രൻസ് എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ പലരും വിളിക്കാറുണ്ട് പല പ്രൈവറ്റ് കോളേജസ് അഡ്മിഷൻ എടുക്കാനായിട്ട്. ആക്ച്വലി അതൊരു ത്രില്ലുള്ള ഒരു പരിപാടിയല്ല. നമ്മളെപ്പോഴും നമ്മുടെ ഇതായിട്ടുള്ള കഴിവോടുകൂടി നമ്മൾ കയറുന്നതാണ് നമ്മുടെ കഴിവുകൊണ്ട് കൂടി കയറുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ത്രില്ല് തന്നെയാണ്. ആ രീതിയിലായിരിക്കണം മാക്സിമം ഗവൺമെന്റ് കോളേജസിൽ കയറാനായിട്ട് ശ്രമിക്കാം. കോളേജ് ഫീ ആക്ച്വലി ഗവൺമെന്റ് കോളേജസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗവൺമെന്റ് കോളേജിനകത്ത് അങ്ങനെ ഫീസ് ഒന്നും ഇല്ല കാര്യമായിട്ട്. എനിക്ക് തോന്നുന്നു ഇയർലി 2000 3000 അങ്ങനെ എന്താണ്. അതും ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക്, അതിന്റെ റിസർവേഷൻസ് ഉള്ളവർക്കൊന്നും ഫീസ് വരുന്നില്ല. പിന്നെ ഗവൺമെന്റ് പല സ്കീമുകളിലൂടെ ഇങ്ങോട്ട് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. സോ നെഗ്ലിജിബിൾ എമൗണ്ട് ആണ് ഫീസ് എന്ന് പറയുന്നതല്ല. നോർമൽ ഗവൺമെന്റ് കോളേജിലെ ഡിഗ്രി പഠിക്കുന്നത് പോലെ. ഓക്കെ, ഒരു കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെയാണ്? കോളേജ് ലൈഫ് നവ്യ ആക്ച്വലി പല കോളേജിലും പല രീതികളാണ്. നമ്മൾക്ക് അറിയാം ഗവൺമെന്റ് ലോ കോളേജുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബേസിക്കലി ഞാൻ ഗവൺമെന്റ് ലോ കോളേജിൽ പഠിച്ചുകൊണ്ട് ഗവൺമെന്റ് ലോ കോളേജിലെ ലൈഫ് എന്ന് പറയുന്നത് അത് ഒരു ഡിഫറെന്റ് ലൈഫ് തന്നെയാണ് നോർമൽ ഗവൺമെന്റ് കോളേജുകൾ മറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളെക്കാൾ. കാരണം എല്ലാവരും നിയമം അറിയുന്നവർ, നിയമത്തെക്കുറിച്ച് പറയുന്നവർ, നിയമത്തെക്കുറിച്ച് പഠിക്കുന്നവർ. ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാമ്പസ് ആണ്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. ഈ പറഞ്ഞ നോർമൽ കൾച്ചറൽ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളെല്ലാം ഒരു ഗവൺമെന്റ് കോളേജിൽ ഉണ്ടാവേണ്ട എല്ലാ കാര്യങ്ങളും ഈ ക്യാമ്പസുകളിൽ ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ എനിക്ക് തോന്നുന്നു ഗ്ലിംസസ് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. പല ഗവൺമെന്റ് കോളേജിൽ പ്രോഗ്രാംസും കൾച്ചറൽ ഇവന്റ്സും കണ്ടക്ട്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ലൈബ്രറി ഉണ്ട് ക്യാമ്പസുകളിൽ. മിക്കവാറും എല്ലാ കോളേജിലും നല്ല നല്ല ലൈബ്രറീസ് ഉണ്ട്. പഠിക്കാനാണെങ്കിലും നല്ല ഫാക്കൽറ്റി ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി ടീച്ചേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ട ഒരു സബ്ജക്ട് അല്ല LLB എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ പഠിക്കണം. നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് ബാറാക്റ്റുകൾ എടുത്ത് വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. അതിനൊരു ബേസും കൂടിയാണ് നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത്. നമ്മുടെ എൻട്രൻസ് പഠിക്കുമ്പോൾ തന്നെ അതിനൊരു ബേസും കൂടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്. സാർ ഞാനൊരു റിപ്പീറ്റർ ആണ്, പ്രിപ്പയർ ചെയ്യാതെ പോയി അറ്റൻഡ് ചെയ്തിരുന്നു. 3329 ആയിരുന്നു റാങ്ക്. ജനറൽ കാറ്റഗറി ആണ്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടി, പക്ഷെ ജോയിൻ ചെയ്തില്ല. റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമെന്ന് ഒരു കോൺഫിഡൻസ് കുറവാണ്, കൺഫ്യൂഷൻ ആണ്. ജോയിൻ ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യൂ. കാരണം നമ്മളിപ്പം ജോയിൻ ചെയ്തിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, ജോയിൻ ചെയ്തില്ല എന്നല്ലേ പറഞ്ഞത്. സോ നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യുക. കിട്ടാതിരിക്കില്ല. കാരണം ഇപ്പൊ ഞാൻ അതിനാണ് അക്ഷയയുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. അക്ഷയൊക്കെ നമ്മുടെ വളരെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കാറുള്ളതാ. എപ്പോഴും പേടിച്ചുകൊണ്ട് അയ്യോ കിട്ടുമോ എന്ന് ടെൻഷൻ അടിച്ച് നമ്മുടെ അടുത്ത് സംസാരിക്കാറില്ല. അപ്പോഴൊക്കെ നമ്മൾ ആ കുട്ടിയോട് പറയാറുണ്ട് കിട്ടും, ഇപ്രാവശ്യം നമുക്ക് എന്തായാലും കിട്ടും. അക്ഷയ ഉണ്ട് നമ്മുടെ ഈ ഇവിടെ ഇതിനകത്ത് കാണാം അക്ഷയ. ഇതാണ് കുട്ടി. സോ ഇപ്പൊ ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരത്ത് പഠിക്കുന്നുണ്ട്. സോ അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടായികയൊന്നുമില്ല. ഒന്ന് ആഞ്ഞു പിടിക്കുക, നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. സമയമുണ്ട്. ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ കിട്ടും. ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ സ്ട്രാറ്റജിയിൽ പഠിക്കുക. കറക്റ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചിട്ട് കിട്ടാവുന്നേ ഉള്ളൂ. മുഹമ്മദ് യാസീൻ, ക്ലിയർ അല്ലാതെ ക്യൂസാറ്റ് MG സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിലേക്ക് ഈ കോഴ്സ് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ ബേസിക് കാര്യങ്ങളെല്ലാം ദിസ് ഈസ് ഇനഫ്. നമുക്കിപ്പോ അറിയാം, നമുക്ക് BNS എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് അത് തന്നെയാണ് ഏത് എൻട്രൻസിനും ചോദിക്കുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് ഏത് എൻട്രൻസിനും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ ചില ടോപ്പിക്കുകൾ ഇപ്പൊ മാത്സിൽ ഇവിടെ ചോദിക്കുന്ന അതേപോലെയല്ല പല ഇപ്പം ക്യൂസാറ്റിലാണെങ്കിലും മറ്റു പല യൂണിവേഴ്സിറ്റികളുടെ എക്സാമുകളും. അതിനെന്താ ചെയ്യേണ്ടത്? മുഹമ്മദ് യാസിൻ ചെയ്യേണ്ട എന്താ വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. ഓക്കെ, അതിലെ ഇവിടെ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം അതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കാം. എക്സ്ട്രാ ടോപ്പിക്കുകൾ വരുന്നത് മാത്രം എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെതായിട്ടുള്ള സോഴ്സുകൾ ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഹെൽപ്ഫുൾ ആയിരിക്കും, യാതൊരു സംശയം വേണ്ട. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഫീ ഉണ്ടോ? കണ്ണൂർ യൂണിവേഴ്സിറ്റി ഹരേ സാർ ഉണ്ടോ? ഹരവക്കിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഹരവക്കിലിന് അത് കുറച്ചുകൂടി പറയാൻ പറ്റുമോ? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഫീ ഉണ്ടോ? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഫീ ഉണ്ട്. മെറിറ്റ് ഫീ തന്നെ ഉള്ളൂ, ഒരു മിനിമം ഫീ തന്നെ ഉള്ളൂ. ഈ ഗ്രാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് ഗവൺമെന്റ് കോളേജ് പോലെ തന്നെയാണ് അല്ലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസും? ഗവൺമെന്റ് കോളേജ് അത് യൂണിവേഴ്സിറ്റി ലോ ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് ഗവൺമെന്റ് കോളേജായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഫീ അത്ര വലിയ ഫീ ഒന്നും ഇല്ല. നമുക്ക് ഈ ഗ്രാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഒരു മിനിമം ഫീ എന്ന് പറയുന്നത് എന്നാൽ ഒരു ഫീ തന്നെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 8,000 10,000 ആ ഒരു ലെവലിൽ മാത്രമേ ഉള്ളൂ. ഇയർലി സംതിങ് അത്രേ ഉള്ളൂ. സെം വൈസ് അങ്ങനെ നമുക്ക് ഈ ഗ്രാൻസ് എലിജിബിൾ ആണെങ്കിൽ അതൊക്കെ അതിൽ ഇപ്പൊ അടഞ്ഞു പോയിക്കോളൂ. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു എന്നാലും ബേസിക്കലി മറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ പോലെയല്ല, അതിനേക്കാൾ വളരെ കുറവാണ്. എനിക്കൊരു സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ സെമസ്റ്ററിന് 50,000 60,000 അതിനേക്കാൾ കൂടുതൽ 1 lakh ഒക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട് തോന്നുന്നു. അപ്പം നല്ല ഫീസ് വരുന്നുണ്ട് പല ക്യാമ്പസുകളിലും. പലതും പല ഫീസുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ദെൻ 3 year ആയിരുന്നു സർ. MG യൂണിവേഴ്സിറ്റി എക്സാം ഏജ് ലിമിറ്റ് ഉണ്ടോ? MG യൂണിവേഴ്സിറ്റിയിൽ ഏജ് ലിമിറ്റ് വെച്ചിട്ടുണ്ടോ ആരോഗ്യത്തിലെ യൂണിവേഴ്സിറ്റി എൻട്രൻസിന്? MG യൂണിവേഴ്സിറ്റിയുടെ 5 ഇയർ ഉള്ളു അവിടെ. MG യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് സിൽറ്റ് എന്നാണ് അവരുടെ ക്യാമ്പസ്. സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ട് എന്നാണ് അവരുടെ ക്യാമ്പസിന്റെ പേര്. മറ്റേ സൂര്യകാന്തി ഹിൽസിലാണ്. അവിടെ 5 ഇയറിന് ഏജ് ലിമിറ്റ് ഉണ്ട്. 5 ഇയറിന് ഏജ് ലിമിറ്റ് ഉണ്ട്. കറക്റ്റ് ഏജ് ലിമിറ്റ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൽ കൺവേ ചെയ്യാം. നമ്മൾ എന്തായാലും ഇതിന്റെ എല്ലാ എൻട്രൻസ് നോട്ടിഫിക്കേഷനും അപ്പോഴെല്ലാം നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. യെസ് യെസ്. എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാം വരുന്നതൊക്കെ നമ്മൾ ഗ്രൂപ്പിനകത്തൊക്കെ അറിയിച്ചു പോകും കേട്ടോ. ക്ലാസ് ഡെയിലി ആണോ ഓർ വീക്ക്ലി ആണോ? ഞാൻ പറഞ്ഞല്ലോ ഒരു മിക്സ്ചർ ആയിട്ടാണ്. വീക്കിലി ഒരു 2 to 3 days നമ്മൾ ലൈവും ഉണ്ടായിരിക്കും, ബാക്കിയുള്ള ദിവസങ്ങളിൽ റെക്കോർഡഡും ഉണ്ടായിരിക്കും. ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും സംതിങ് ഈസ് ദർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള ഇംഗ്ലീഷ് വൊക്കാബുലറി ഡെയിലി ബേസിസിൽ തരും. ഇതെല്ലാം നമ്മുടെ ആപ്പിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആപ്പിനകത്ത് തന്നെ Day 1 Day 2 Day 3 എന്ന് പറയുന്ന ഫോൾഡറുകളായി തിരിച്ച് ആ ഫോൾഡറിനകത്ത് ഇടും. അതുകൂടാതെ ടോപ്പിക് വൈസ് നമുക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് എക്സാം ആകുമ്പോഴത്തേക്കും ടോപ്പിക് വൈസ് ആയിട്ട് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് ആണെങ്കിൽ നാളെ ചിലപ്പോൾ BNS ആവാം. അപ്പൊ പക്ഷെ നിങ്ങൾക്ക് അത് കണ്ടിന്യൂറ്റി കിട്ടി പഠിക്കണമെങ്കിൽ ടോപ്പിക് വൈസിലേക്ക് എത്തുമ്പോൾ എടുത്ത എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സും അതിനകത്ത് 1 2 3 4 എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഫോൾഡറും ഉണ്ടാവും. ഡേ വൈസ് ഫോൾഡറിലും നിങ്ങൾക്ക് കണ്ടന്റ് ഇതുപോലെ കിട്ടുന്നതായിരിക്കും കേട്ടോ. സർ ക്യുസാറ്റ് 3 year LLB ഈവനിങ് ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടിരുന്നു. അത് വാലിഡ് ആണ്. എനിക്ക് തോന്നുന്നു വക്കീലെ അത് ഹരവക്കീലിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും തോന്നുന്നു. ക്യുസാറ്റിലെ 3 year LLB ഈവനിങ് ബാച്ചിനെ കുറിച്ച് ക്യുസാറ്റില് എന്താ പറയാ ഈവനിങ് ബാച്ച് ഉണ്ട്. പക്ഷെ അത് കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഒക്കെ വേണ്ടി എടുക്കുന്ന ആൾക്കാരാണത്. അത് എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. ചെയ്യുന്നവരുണ്ട്, അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ എടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ഈ സർക്കാർ ഉദ്യോഗസ്ഥരാ പ്രൊമോഷൻ കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ബാങ്ക് ഓഫീസേഴ്സ്, മാനേജർ പോസ്റ്റിലേക്ക് അങ്ങനെയുള്ളവരാണ്. അത് എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ അറിയിക്കാൻ. നവ്യ സർ, അഡ്വക്കേറ്റ് സ്കോപ്പ് ആൻഡ് സാലറി. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഹരവക്കീൽ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. പല ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ ദർ. അത് അഡ്വക്കേറ്റ് ആയിട്ടാവാം, പ്രാക്ടീസ് ചെയ്തിട്ടാവാം, ആവശ്യം പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടാവാം, ജഡ്ജ് ആയിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല ബാങ്കിങ് എക്സാമുകൾ എഴുതിയിട്ടാവാം, RBI, SEBI, അതുപോലെ കുറെ ലോ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പിന്നെ പല ബാങ്കുകളുടെയും പല NBFCകളുടെയും പല കമ്പനീസിന് ലീഗൽ അഡ്വൈസർ, അങ്ങനെ സ്കോപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ദെൻ സാലറി ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ്. നമ്മൾ ഏതാണോ ഓപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും സാലറി. അതൊരു അഡ്വക്കേറ്റ്, ഒരു ഇൻഡിപെൻഡന്റ് ലോയർ എന്നുള്ള രീതിയിലെ സാലറി അല്ല, ഫീസാണ്. അല്ലെ, നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ക്ലയൻസും നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള ഫീസാണ് നമ്മൾ വാങ്ങുന്നത്. ദാറ്റ് ഈസ് അൺലിമിറ്റഡ്. നമുക്ക് അത് എത്രയാന്ന് പറയാൻ പറ്റില്ല. പല വക്കീലുമാരും വാങ്ങുന്നത് അൺലിമിറ്റഡാ. അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു സിറ്റിങ്ങിന് ഇത്ര ലക്ഷം രൂപ വാങ്ങി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലൊരാൾ ഒരു പക്ഷെ നിങ്ങളുടെ ഓരോരുത്തരായിരിക്കാം ഭാവിയിൽ, അന്ന് നമ്മളൊക്കെ ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, സോ അത് നമുക്ക് അൺലിമിറ്റഡ് ആണ്. പക്ഷെ സാലറി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അത് പലപ്പോഴും പല ജോബുകൾക്ക് അനുസരിച്ചിരിക്കും. അത് ഓൾറെഡി എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ തോന്നുന്നു ആരെ പറ്റിയില്ലേ. ഓക്കെ സർ, പിന്നെ നെക്സ്റ്റ് ഡൗട്ട് സർ, അഡ്വോക്ക് ലേണിംഗ് ബിഫോർ എക്സാം ക്രാഷ് കോഴ്സ് എന്തെങ്കിലും അവൈലബിൾ ആണോ? എക്സാമിന് മുമ്പായിട്ട് ക്രാഷ് കോഴ്സ് ഒബ്വിയസ്ലി ഉണ്ടാവും. പക്ഷെ ഞാനത് ഓപ്റ്റ് ചെയ്യാൻ പറയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. അതിന്റെ പ്രശ്നം ഇപ്പം ജ്യോതി മേഡം ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ജ്യോതി വക്കീൽ എന്ന് പറയാൻ കാരണം അത് എന്റെ വായിൽ അങ്ങനെ വന്നതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും വക്കീൽമാരാവണം. എന്റെ ആഗ്രഹം നിങ്ങളെ എല്ലാവരും വക്കീലിൽ നിന്ന് മഞ്ജുമ വക്കീലെന്നോ അഫ്സാന വക്കീലെന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തണം കേട്ടോ. സോ നമ്മുടെ ഫ്രട്ടേണിറ്റിയിൽ അങ്ങനെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഉണ്ടായിരിക്കും. പക്ഷെ ആ ക്രാഷ് കോഴ്സ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇപ്പൊ ഒട്ടും പഠിക്കാൻ പറ്റാത്തവർക്ക് ആ സമയത്തൊന്ന് സമ്മപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാന്നുള്ളതാണ് അതിന്റെ ഒരു പർപ്പസ്. പക്ഷെ നിങ്ങൾക്ക് സമയമുണ്ട്, ടൈം പെർമിറ്റ് ചെയ്യുന്ന ഒരു ദിവസം ഒരു കുറച്ച് മിനിമം ടൈമെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ റെഗുലർ ബാച്ചിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അല്ല എങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയുള്ളൂ. നിങ്ങളിപ്പം ജോയിൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഇപ്പൊ മുതൽ പഠിച്ചു തുടങ്ങണം. മനസ്സിലാണോ? ഇനി അഡ്വോക്ക് ലേണിംഗ് പഠിക്കോ പഠിക്കാതിരിക്കോ, നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യണം, ആദ്യം നല്ല റാങ്കുകളിൽ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം.
അതും സ്ട്രാറ്റജിക്കലി പഠിച്ചു തുടങ്ങണം. കൃത്യമായിട്ട് സ്ട്രാറ്റജിയോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞതുപോലെയുള്ള ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്ത് പഠിക്കണം. അല്ലാതെ വെറുതെ എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണാപ്പാടം പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവില്ല കേട്ടോ. ആ രീതിയിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് പഠിക്കാം. സർ അഡ്വക്കേറ്റ് ആയാൽ ഫീസ് 1 ഇയർ കഴിഞ്ഞു ഓക്കെ ആണോ സാലറി കിട്ടുക? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അഡ്വക്കേറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമുക്ക് കേസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ഫീസ് പിടിക്കാം അല്ലേ? നമ്മുടെ കക്ഷികൾ വരുന്ന സമയത്ത് അങ്ങനെ ഒരു സാലറി ഇല്ലല്ലോ നമുക്ക്. ഫീസ് അല്ലേ, ഫീസ് എനി ടൈം, അത് നമ്മൾ ചെയ്യുന്ന വർക്കിനാണ്. അപ്പൊ നാളെ നിങ്ങൾ അഡ്വക്കേറ്റ് എൻറോൾ ചെയ്തു, നെക്സ്റ്റ് ഡേ വീടിന്റെ അടുത്തൊരു വണ്ടി ഹെൽമെറ്റ് വെച്ച് പിടിച്ച് ആള് വന്നിട്ട് സമ്മൻസ് നമുക്ക് തന്നിട്ട് പറയാൻ ഇതിനകത്തൊന്ന് ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് ഫൈൻ അടയ്ക്കണതിന് ഫീസ് മേടിക്കാം, മേടിച്ചൂടെ? അപ്പം തൊട്ടടുത്തൊരു ഡിവോഴ്സ് കേസ് ഉണ്ട്, മ്യൂച്വൽ ഡിവോഴ്സ് ഫൈൻ ചെയ്യണം, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് ഡിവോഴ്സ് ചെയ്യാനായിട്ട് അതിന് പെർട്ടിക്കുലർ ഫീസ് നമുക്ക് വേണമെങ്കിൽ അവരുടെ നിന്ന് കക്ഷിയിൽ നിന്ന് ഫീസ് വാങ്ങി നമുക്ക് ചെയ്യാം. നമുക്കൊരു സീനിയറുടെ ഓഫീസിൽ നമ്മൾ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ സീനിയറുടെ ഹെൽപ്പോട് കൂടി, സീനിയർ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഡയറക്ഷനോട് കൂടി നിങ്ങൾ ചെയ്യാം അല്ലെ? സോ അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. എനി ടൈം നിങ്ങൾക്ക് ഫീസ് മേടിക്കാം. അതിന് 1 വർഷം ആവണമെന്നോ 2 വർഷം ആവണമെന്നോ ഒന്നുമില്ല. 370 ഡേയ്സ് വാലിഡിറ്റി കാണിക്കുന്നത്, അതെനിക്ക് തോന്നുന്നു ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അത് കോഴ്സ് ആപ്പിലേക്ക് ഇട്ട സമയത്ത് 2026 ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ടാവും, അതുകൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ. എന്നാണ് എക്സാം, നമുക്ക് എക്സാം ഡേറ്റ് എന്താണെന്ന് അറിയില്ലല്ലോ. എന്നാണ് എക്സാം, അതുവരെ ആയിരിക്കും അതിന്റെ വാലിഡിറ്റി വരിക കേട്ടോ. ഓക്കെ സർ, ഫിഷറി സീറ്റ് റിസർവേഷൻ ഉണ്ടോ? ഫിഷറി സീറ്റ് റിസർവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പോൾ +2 ആണ് പഠിക്കുന്നത്. അപ്പോ +2ന്റെ കൂടെ തന്നെ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യണോ അതോ 1 ഇയർ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതും? അതാണ് ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യാം. എന്തിനാ 1 വർഷം കളയേണ്ട ആവശ്യം? ഭൂരിഭാഗം ലോ കോളേജിൽ 5 ഇയർ കയറുന്നവരും അല്ലെങ്കിൽ 3 ഇയർ കയറുന്നവരും ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നവരും ജസ്റ്റ് +2 കഴിഞ്ഞ് ഇറങ്ങുന്നവരാണ്. എന്തിനാ വെറുതെ 1 ഇയർ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനിരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. നമ്മുടെ MBBSന്റെ എൻട്രൻസ് പോലെയോ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് പോലെയോ അത്രയും ടഫായിട്ടുള്ള, അത്രയും കോമ്പറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാം അല്ല. വളരെ കുറച്ച് പേര് മാത്രം എഴുതുന്ന ഈസിലി അച്ചീവബിൾ ആയിട്ടുള്ള ഒരു എക്സാമാണ്. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും, കിട്ടാവുന്നേ ഉള്ളൂ. അത് അപ് ടു യു, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അനുസരിച്ചിരിക്കും. ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. എക്സാം കഴിയുന്ന സമയത്ത് നല്ല അഗ്രസീവ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഡിഗ്രി സപ്ലി ഉള്ളവർക്ക് ഈ എക്സാം എഴുതി എൻട്രൻസ് ലഭിച്ചതിന് ശേഷം സപ്ലി എഴുതി തീർക്കാൻ പറ്റും? അത് പറ്റില്ല. ഡിഗ്രി ഏത് എക്സാം ആണെങ്കിലും, അത് ഈ എൻട്രൻസ് എന്നല്ല, ഏത് എക്സാം ആണെങ്കിലും നോട്ടിഫൈ ചെയ്യുന്ന ഡേറ്റ് ഉണ്ടല്ലോ, അതിന് മുമ്പായിട്ട് അതിനകത്ത് പറയുന്ന സ്പെസിഫിക് ഡേറ്റ് ഉണ്ടാവും. അതിനു മുമ്പ് നമ്മൾ ക്വാളിഫൈഡ് ആവണം. ആ ക്വാളിഫൈഡ് ആയാൽ മാത്രമേ നമുക്ക് ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഈ ഡിഗ്രി ലെവൽ എക്സാമുകളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനും മറ്റൊക്കെ നമ്മുടെ അടുത്ത് പറയും അപ്ലൈ ചെയ്യുന്ന സമയത്ത്. സോ നമുക്ക് എഴുതാവുന്നത് ഡിഗ്രി നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് +2 ലെവലിന്റെ 5 ഇയർ LLB എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ തയ്യാറാകാമല്ലേ? യെസ്, തയ്യാറാകണം. ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യരുത്. 5 ഇയർ LLBക്ക് ഏജ് ലിമിറ്റ് ഉണ്ടോ? ഇല്ല. ആസ് ഓഫ് നൗ നമ്മുടെ ഗവൺമെന്റ് കേരള ലോ എൻട്രൻസ് എക്സാമിൽ 5 ഇയർ LLBക്ക് ഏജ് ലിമിറ്റ് ഇല്ല. മൺഡേ അല്ലേ ക്ലാസ് തുടങ്ങുന്നത്? യെസ്, മൺഡേ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. മൺഡേ സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ് ഓൾറെഡി അവൈലബിൾ ആണ്, ആപ്പിൽ ഓൾറെഡി അവൈലബിൾ ആണ്, കോഴ്സ് ഓൾറെഡി അവൈലബിൾ ആണ് കേട്ടോ. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. മൺഡേ മുതലായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഡൗട്ട് ഓൾമോസ്റ്റ് ക്ലിയർ. ഓറിയന്റേഷൻ ക്ലാസ് ഇന്നത്തെ റെക്കോർഡഡ് സെക്ഷൻ അവൈലബിൾ ആണോ? അവൈലബിൾ ആണ് കേട്ടോ. റെക്കോർഡഡ് സെക്ഷൻ എനിക്കറിയാം, പലർക്കും ക്ലാസ്സിൽ കയറി ഇറങ്ങാനൊക്കെ പലർക്കും നെറ്റ്വർക്ക് ഇഷ്യൂസും മറ്റൊക്കെ ഉണ്ടാവാം പല ടൈം. ഇതിനാണ് നമ്മുടെ ലൈവിന്റെ അതുപോലെ തന്നെ റെക്കോർഡഡിന്റെ ഒക്കെ ഓൺലൈൻ്റെ ഗുണം തന്നെ അതാണ് കേട്ടോ. ഡിസ്റ്റന്റ് ആയിട്ട് PG കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 ഇയർ ജോയിൻ ചെയ്യുന്നതിൽ ഇഷ്യൂ ഉണ്ടോ? ഇല്ല, അതൊന്നും കുഴപ്പമില്ല. ഡിസ്റ്റന്റ് ആയിട്ട് PG ചെയ്യാം. ഞാൻ ചെയ്തിരുന്നു. ഞാൻ ഇഗ്നോയിലെ MA, ഞാൻ ഓൾറെഡി BSc മാത്സ് ആയിരുന്നു, അത് കഴിഞ്ഞ് MSc മാത്സ് ആയിരുന്നു. MSc മാത്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ LLB ചെയ്യുന്നത്. LLB ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എന്റെ MA പൊളിറ്റിക്കൽ സയൻസ് ഞാൻ ഓൾറെഡി ഇഗ്നോയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ക്ലോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ചെയ്യാം. ഇഗ്നോ പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പാർട്ട് ടൈം LLB ആണ്. അത് ഡിസ്റ്റന്റ് LLB ആണ്. LLB അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കോഴ്സ് ആണ്. അപ്പം അത് ചെയ്യുന്നതുകൊണ്ട്, വേറെ കോഴ്സ് കൂടെ ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല ആക്ച്വലി. അതിലാണ് അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ തന്നെ. ഫീസ് മന്ത്ലി ആണ്, മന്ത്ലി അല്ല, അപ് ടു എക്സാം ആണ് കേട്ടോ. 3999 എന്ന് പറയുന്നത് 1 ടൈം ഫീസ് ആണ്. അത് അപ് ടു എക്സാം ആണ്. അവസാനം വരും കോഴ്സ് കഴിയുന്നവരും ക്ലാസ് എക്സാം എന്നാണ് നടക്കുന്നത്, അതുവരെ നിങ്ങൾക്ക് ആപ്പ് യൂസ് ചെയ്യാൻ ആ ഒരു 1 ടൈം ഫീസേ വരുന്നുള്ളൂ. മൺഡേ ബൈ ചെയ്താൽ ജോയിൻ ആവുമോ? യെസ്, ഒബ്വിയസ്ലി ജോയിൻ ആവും കേട്ടോ. ഇപ്പോൾ +1 ആണ്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണോ?
അത് ഡിപ്പെൻസ്. അതായത് മോനെ, നമുക്ക് +1 പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ ദോഷവും ഗുണവും ഞാൻ പറഞ്ഞുതരാം. ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. നമ്മുടെ ആഗ്രഹം ഇതാണ്, LLB ആണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുന്നതുകൊണ്ട് അതിന്റെ പാറ്റേൺ മനസ്സിലാവും. നെക്സ്റ്റ് ഈ വരുന്ന എക്സാം ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, +1 കഴിയുന്നതുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കൊരു ഡെമോ പോലെ, നിങ്ങൾക്ക് അതൊരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യും, എത്ര മാർക്ക് കിട്ടി നോക്കുകയും ആ പ്രിപ്പറേഷൻ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആദ്യത്തെ ഒരു 1, 2, 3 റാങ്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈസിലി അച്ചീവബിൾ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാകുമ്പോൾ പലരും ഈ പറഞ്ഞ കുറച്ച് മുമ്പ് ഒരാൾ പറഞ്ഞ പോലെ +2 കഴിഞ്ഞിട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചാൽ ആ റിപ്പീറ്റ് ചെയ്യേണ്ടി വരില്ല. 1 ഇയർ എന്ന് പറയുന്ന ഒരു സംഭവമേ ആവശ്യമില്ല. +2 കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് നമ്മൾ പെർഫെക്റ്റ്ലി നമ്മുടെ സിലബസ് എല്ലാം കവർ ചെയ്ത് പഠിച്ചിരിക്കുന്ന ഒരാളായിരിക്കും. ഈ വർഷം തന്നെ അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ അതൊക്കെ റിവിഷനാണ്. ഞാൻ പറഞ്ഞ ആദ്യമേ പറഞ്ഞത് റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ റിവിഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തും കേട്ടോ. എക്സാമിന് ഫീ ഉണ്ടോ? എക്സാമിന് എനിക്ക് തോന്നുന്നു അപ്ലിക്കേഷൻ ഫീ ഉണ്ട് അല്ലെ? ഹരവക്കിലെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ 3000 കണ്ടല്ലായിരുന്നു? ഹരവക്കിലെ ഉണ്ടോ? ലെഫ്റ്റ് ആയിട്ടുണ്ടോ? ഫീസ് ഉണ്ട്. 500. കഴിഞ്ഞ പ്രാവശ്യം ഫീ എത്രയായിരുന്നു അപ്ലൈ ചെയ്യാൻ? 800? 900 ആയിരുന്നു ഫീ. ജനറൽ OBC-ക്കാർക്ക് 900-ഉം SC/ST സ്റ്റുഡൻസിന് 450 ആയിരുന്നു LLB-യുടെ എൻട്രൻസ് ആപ്ലിക്കേഷൻ ഫീ. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. 3000 എനിക്ക് തോന്നുന്നു ക്ലാറ്റിന്റെ ഫീസ് ആവുന്നുണ്ട് അല്ലേ? ക്ലാറ്റ് ഏകദേശം 3500-4000 രൂപയാണ് ക്ലാറ്റിന്റെ ഫീസ് വരുന്നത് ആപ്ലിക്കേഷൻ ഫീസ്. ശരി. മനസ്സിലായി വരും. പിന്നെ ഇഗ്നോയിലെ MBA ഫസ്റ്റ് സെം ആണ് ഇപ്പോ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്യൂ അതൊന്നും കുഴപ്പമില്ല. ഇഗ്നോയിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. 3 years LLB ഏജ് ലിമിറ്റ് ഉണ്ടോ? ഇല്ല, ഏജ് ലിമിറ്റ് ഇല്ല. ഫീസ് പറഞ്ഞു. ഡിഗ്രി കംപ്ലീറ്റ് ആക്കാത്തവർക്കും എക്സാം വെറുതെ അറ്റൻഡ് ചെയ്യാലോ അല്ലേ? അയ്യോ, അത് പറ്റില്ല. എനിക്ക് തോന്നുന്നു അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു അത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെ? അങ്ങനെയല്ലേ ആരോഗ്യത്തിലെ? അതായത് നമ്മള് ആപ്ലിക്കേഷൻ ഇപ്പോ ഏപ്രിലിൽ വരികയാണെന്ന് വിചാരിക്കും, ഒരു ഏപ്രിൽ മാസത്തിൽ വരികയെന്ന് വിചാരിക്കും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രി ഫൈനൽ സെം എക്സാം എഴുതിയിരിക്കുന്നേ ഉണ്ടാവുള്ളൂ, ഇല്ലേ? റിസൾട്ട് ഒന്നും വന്നിട്ടുണ്ടാവില്ല. എന്നാലും നിങ്ങൾക്ക് എക്സാം എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഡിഗ്രി കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ സപ്ലി ഉണ്ടായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഒന്നും കുഴപ്പമില്ല. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കണം എന്ന് നിർബന്ധമില്ല. നമ്മൾ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് അഡ്മിഷൻ വരും. അഡ്മിഷൻ മോസ്റ്റ് പ്രോബബ്ലി ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ നിങ്ങൾ പ്രതീക്ഷിച്ചു, ഓഗസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് പ്രതീക്ഷിച്ചു. ആ ജൂലൈ ഓഗസ്റ്റിനുള്ളിൽ നിങ്ങൾ അതായത് അഡ്മിഷൻ സമയത്ത് എല്ലാ രേഖകളും പ്രൊഡ്യൂസ് ചെയ്യണം. അപ്ലിക്കേഷൻ സമയത്ത് അവിടെ ക്വാളിഫിക്കേഷൻ ബോക്സ് വരും, അവിടെ നിങ്ങൾ അപ്പിയേർഡ് എന്ന് കൊടുത്താൽ മതി. എക്സാം അപ്പിയേർഡ് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് എക്സാം എഴുതാം. എക്സാം എഴുതുന്നതിന് യാതൊരുവിധ ബാറുമില്ല. ബട്ട് അഡ്മിഷൻ സമയത്ത് സകല A to Z സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. ഇപ്പൊ സപ്ലി ഉള്ളവർ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ സപ്ലി ഒക്കെ റിസൾട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അഡ്മിഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ അല്ലേ? അങ്ങനെ സംഭവില്ല. എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം അതിന് മുമ്പ്, അല്ലെ? എക്സാം അതിന് മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അതായത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സാം ഫൈനൽ സെം ഇപ്പൊ സെം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അപ്പിയേർഡ് എന്ന് ചോദിച്ചിട്ട് നമുക്ക് പരീക്ഷ എൻട്രൻസ് എഴുതാൻ പറ്റും. അഡ്മിഷൻ സമയമാകുമ്പോഴേക്കും എല്ലാ രേഖകളും A to Z അഡ്മിഷൻ ഡേ വരുമ്പോൾ എല്ലാ രേഖകളും പ്രൊഡ്യൂസ് ചെയ്യാം. അത് റീസെന്റ് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് വരെ സാധാരണ എൻട്രൻസ് നടക്കാറുള്ളത് ഓഗസ്റ്റിലും ഒക്കെയാണ് സാധാരണ എക്സാം നടക്കാറ്. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞതുപോലെ മെയിലാണ് എക്സാം നടന്നത്. അപ്പൊ മെയിൽ ഇത് നോട്ടിഫൈ ചെയ്ത സമയത്ത് പലരുടെയും ഡിഗ്രി പാസ്സായിട്ടില്ല, അല്ലെങ്കിൽ എക്സാം റിസൾട്ട് വന്നിട്ടില്ല, വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സോ അത് കാരണം കൊണ്ടായിരിക്കണം ഈ ഒരു രീതിയിൽ അപ്പിയേർഡ് എന്ന് പറഞ്ഞ് കൊടുത്ത് പിന്നീട് അതിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ യസീം പറഞ്ഞതുപോലെ വേണമെങ്കിൽ എക്സാം എഴുതാം കേട്ടോ, എക്സാം എഴുതാം. ഈ പറഞ്ഞ ഹരവക്കീൽ പറഞ്ഞതുപോലെ അവസാന സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ, പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ്. ഓക്കെ. 3 years ഏജ് ലിമിറ്റ് ഉണ്ടോ? ഇല്ല കേട്ടോ, ഏജ് ലിമിറ്റ് ഇല്ല. LLB ഗവൺമെന്റ് കോളേജ് ഓർ പ്രൈവറ്റ് കോളേജ് വിച്ച് ഈസ് ബെറ്റർ? ഒബ്വിയസ്ലി ഗവൺമെന്റ് കോളേജ് കേട്ടോ, ഗവൺമെന്റ് കോളേജ് ആണ്. കാരണം അതുകൊണ്ടാണല്ലോ. പ്രൈവറ്റ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫീസ് ഉണ്ട്, കാര്യമായിട്ടുള്ള ഫീസ് ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് കോളേജിൽ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. പല ക്യാമ്പസുകളിലും, അത് ഞാൻ ക്യാമ്പസുകളെ കുറ്റം പറയല്ല, ഒരെണ്ണം എടുത്ത് പറയല്ല, പല ക്യാമ്പസുകളും ഈ അടുത്ത അഫിലിയേഷൻസ് കിട്ടിയിട്ടുള്ള പല ക്യാമ്പസുകൾക്കും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇരിക്കാൻ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളില്ലാതെ
എങ്ങനെയോ അഫിലിയേഷൻ കിട്ടിയെന്ന് പോലും നമുക്ക് അറിയില്ല. അത്തരത്തിലുള്ള പല ക്യാമ്പസുകളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അവിടെ കൃത്യമായിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ടാവണമെന്നില്ല, സ്ഥിരം ഫാക്കൽറ്റീസ് ഉണ്ടാവണമെന്നില്ല. ജസ്റ്റ് LLM കഴിഞ്ഞ ആരെങ്കിലും ഒക്കെ വന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും ക്ലാസ്സസ് പലയിടത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നല്ല ക്യാമ്പസുകളുണ്ട്, ഇല്ല എന്നല്ല പറയണം, നല്ല ക്യാമ്പസുകളുണ്ട്. അത് നമുക്ക് ഏതാണ് നല്ലത് ഏതാണ് മോശമെന്ന് നമുക്ക് ആക്ച്വലി ഇങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് നമ്മൾ പല ക്യാമ്പസുകളും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. അപ്പം നല്ല ക്യാമ്പസുകളുണ്ട്, എന്നാൽ അതുപോലെ തന്നെ മോശം ക്യാമ്പസുകളുണ്ട്. ഗവൺമെന്റ് ക്യാമ്പസുകളാണ് എപ്പോഴും നമ്മൾ പ്രിഫറബിളി ബെറ്റർ ക്യാമ്പസസ്. ഈ ലൈബ്രറി ഫെസിലിറ്റീസും മറ്റ് സ്ഥിരം ഫാക്കൽറ്റീസിനൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റ് ക്യാമ്പസാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടിരിക്കുന്നത്. പക്ഷെ പഠിപ്പിക്കുന്ന സ്റ്റൈൽ അത് പല ക്യാമ്പസിലും പല രീതികളിലായിരിക്കും. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത എക്സാം എഴുതി കിട്ടിയിട്ട് ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല. കിട്ടിയിട്ട് നമ്മൾ എഴുതിയില്ല, അതായത് കയറിയില്ല എങ്കിൽ ഇഷ്യൂ ഒന്നുമില്ല. കയറിയില്ല, അത്രേ ഉള്ളൂ. നമ്മുടെ ആ ടേൺ പോയി, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റ് ആരാണോ വരുന്നത് അവര് ജോയിൻ ചെയ്യും. യെസ്, സോ ഹോപ്പ്ഫുള്ളി എല്ലാവരുടെയും ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, കൊല്ലം പ്രൈവറ്റ് കോളേജേ ഉള്ളൂ. ഞാൻ അപ്പം പ്രൈവറ്റ് കോളേജിന് നമ്മൾ കറക്റ്റ് നല്ലതാണോ മോശമാണോ എന്ന് നമുക്ക് പറയുന്നത് ശരിയല്ല, അത് ഏത് ക്യാമ്പസ് ആണെങ്കിലും. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ അത് പ്രിഫർ ചെയ്യുന്നില്ല. പേഴ്സണലി ആണെങ്കിൽ പിന്നീട് എക്സാമിന്റെ സമയത്തൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, മാക്സിമം ട്രൈ ചെയ്യുക, മാക്സിമം എഫേർട്ട് എടുക്കുക. വെറുതെ അങ്ങോട്ട് എഫേർട്ട് എടുക്കല്ല, കാര്യമായിട്ട് എഫേർട്ട് എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ 10 റാങ്കുകളിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമോ? പറ്റില്ല അല്ലെ. 50 പേര് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച 50 പേർക്ക് ആദ്യ 10 എത്താൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ നിങ്ങൾ ഓരോരുത്തർക്കും പറ്റും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കാം. ഇപ്പം ഇതിൽ കയറിയിരുന്ന മഹിതയ്ക്ക് തീരുമാനിക്കാം ആദ്യത്തെ 10 റാങ്കിൽ എത്താൻ പറ്റുമോ. യസിന് തീരുമാനിക്കാം, അഫ്സാനിക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം അല്ലെ. രാധാകൃഷ്ണൻ തീരുമാനിക്കാം, ഹൈദരലിക്ക് തീരുമാനിക്കും. നിങ്ങൾ ഡിറ്റർമിൻ ചെയ്യാം. രമ്യക്ക് തീരുമാനിക്കാം അല്ലെ. നിങ്ങൾ ഓരോരുത്തർക്കും എനിക്ക് പറ്റും എന്ന് തോന്നുന്ന, രമ്യ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറ്റും, നവ്യയും ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറ്റും എന്നൊരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യാം, കയറുക. ഇത് ആദ്യ 10ൽ നിന്ന് എത്താൻ ശ്രമിക്കുക. നിങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ, റേസ് ആണ്. ദിസ് ഈസ് എ റേസ്. നമ്മൾ അത് ഫസ്റ്റ് അച്ചീവ് ചെയ്തെത്തുക, ഓടിയെത്തുക എന്നുള്ളത് തന്നെയാണ്. ഇടയിൽ നിർത്താതെ, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാതെ, തളരാതെ മുന്നോട്ട് പോവുക. തളരാതിരിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ, നിങ്ങളെ കൺസിസ്റ്റന്റ് ആക്കാൻ, നിങ്ങൾക്ക് സ്ട്രാറ്റജി പറഞ്ഞു തരാൻ, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ഉണ്ടാവും. സോ നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.